സന്ധ്യാസമയം നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ കോട്ടേജ് മീറ്റിങ്ങിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. രാവിലത്തെ ദൈവദാസനോട് ഒരുമിച്ച് അവിടുത്തെ ഇംഗ്ലീഷ് സർവീസിൽ സൃഷ്ടിപ്പാൻ കർത്താവ് കൃപ തന്നു. വീണ്ടും നിങ്ങളോടൊപ്പം ന്യൂകാസ്റ്റിൽ ഇവിടെയുള്ള ദൈവജനത്തോട് ഒരുമിച്ചായിരിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ജോൺസൺ പാസ്റ്റർ ഫാമിലി ഞാൻ നന്ദി പറയുന്നു. വർഷങ്ങൾ കൊണ്ട് ഒരുമിച്ചുള്ള പരിചയവും സ്നേഹവും ഒന്നുകൂടെ ഈ പട്ടണത്തിൽ ദൈവം തന്നു. അതിനെ ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. സെക്കൻഡ്ലി സണ്ണിച്ചാന് ഫാമിലി സെൻട്രലാൻഡിൽ നിന്ന് ഈ മീറ്റിങ്ങിലൂടെ വരുവാൻ കർത്താവ് വഴിയൊരുക്കി. പ്രിയ സണ്ണിച്ചാനുമായിട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ ഭവനത്തിൽ പോയി താമസിപ്പാനും അവരോടൊപ്പം ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനും കൂട്ടായ്മ ആചരിപ്പാനൊക്കെ ദൈവം അവസരങ്ങളെ തന്നു. ഒരു കൂട്ടായ്മ കൂടെ ദൈവം തന്നു. അതിനാ ഞാൻ നന്ദി പറയുന്നു. ഈ വയ്യവേളയിൽ സെൻട്രലാൻഡിൽ ഇവിടം വരെ വരുവാൻ തക്കവണ്ണം കർത്താവ് കൃപയൊരുക്കിയല്ലോ. ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് ഞാനും വ്യക്തിപരമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ളവരൊക്കെ ഇന്നലെ ജസ്റ്റ് മുഖപരിചയം ഉണ്ട് എന്നല്ലാതെ മറ്റൊന്നുമില്ല. എങ്കിലും മറ്റ് പരിചയപ്പെടുത്തലിൻ്റെ ഒന്നും ആവശ്യമില്ലായികയാൽ ദൈവം എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ കടപ്പാൻ താല്പര്യപ്പെടുന്നു. ഞാൻ രാവിലെ ഇന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഭയോടും വ്യക്തികളോടുമൊക്കെ വിശേഷാൽ ദൈവത്തിന് ചിലത് അറിയിക്കാനുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി. ദൈവം തൻ്റെ മക്കൾക്ക് ഓർപ്പിക്കുന്ന ഭാഗങ്ങളെ നാം അത് പറയുക എന്നുള്ളൊരു കടപ്പാട് നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ഈവനിങ്ങിൽ ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്യുമ്പോൾ ദൈവമക്കളൊക്കെ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്നോട് സംസാരിക്കണമേ എന്നുള്ളൊരു വാഞ്ച നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. മറ്റൊന്ന് പലപ്പോഴും ഈ 66 പുസ്തകങ്ങളിനകത്തൊന്നും നമ്മുടെയൊക്കെ ജനിച്ച സമയം മുതൽ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ പലരുടെയും പല മെസ്സേജുകളാണ്. സെയിം വേഴ്സിൽ നിന്ന് പലപ്പോഴും പലരും സംസാരിക്കും. പലർക്കും പല നിലയിലാണ്. ഇപ്പം എൻ്റെ വൈഫ് ഇടുന്ന പോലെ ചായ സണ്ണിച്ചാൻ്റെ വൈഫോ ഇവിടുത്തെ പാസ്റ്റർജിയുടെ വൈഫോ ഇട്ടാൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല അല്ലേ. അവരും പാലും പഞ്ചസാരയും തേയിലയും വെള്ളമൊക്കെ ഉപയോഗിച്ചാലും സെയിം പാത്രത്തിൽ വേറൊരാൾക്ക് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാലും അതേ ടേസ്റ്റിൽ ചായ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില സമയത്ത് ഞാൻ ചായക്ക് കുടിക്കുമ്പം ചിലർ നല്ല ചായ അതുപോലെ ഒന്നുകൂടെ തരുമെന്ന്, ഇനിയും അങ്ങനെ കിട്ടിയെന്ന് പറയാം, അവർ തന്നെ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാനക്ക് ചിലപ്പോൾ അങ്ങ് സംഭവിക്കും. എങ്കിലും പല നിലയിലാണ്. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വചനത്തിനകത്ത് നമ്മളൊക്കെ ഒത്തിരി കേട്ട് പരിചയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഒന്ന് മറക്കാൻ പരിശുദ്ധാത്മ പറയുന്നു. ഒരു പുതിയതിന് വേണ്ടി ആഗ്രഹിപ്പാൻ. ദൈവാത്മാവിനെ ചിലത് ചെയ്യാനുണ്ട്. നാം എന്തിനാ വന്നെന്നുള്ള തമ്പുരാൻ അറിയാം. ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ജീവിതങ്ങളോട് വ്യക്തിപരമായി സംസാരിപ്പാനുണ്ട്. എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം നൽകിയ വചനത്തിലേക്ക് തന്നെ വരാൻ താല്പര്യം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 18 വേഴ്സ് 10. ഉൽപ്പത്തി 18 10 വാക്യം. മതി, നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. ഞാനത് എൻ്റെ പ്രസംഗ വിഷയത്തിൽ ചേർത്തെടുക്കുകയാണ്. അത് വായിക്കാനുള്ള കാരണം ഈ ആരാധനയുടെ ലാസ്റ്റ് സമയത്ത് അന്യഭാഷയിൽ ഒരർത്ഥത്തിൽ പ്രവചനാത്മാവിൽ പറയുന്ന പ്രിയ പൈതൽ ഈ വാക്യം ഉദ്ധരിച്ച് ആത്മാവിൽ അന്യഭാഷയിൽ ഒരു ദൂത് പറഞ്ഞു സഭയോട്. അപ്പം കർത്താവിനോട് പറഞ്ഞു ആ വാക്യത്തെ തൊട്ട് അവൻ എടുത്ത സബ്ജക്റ്റിലേക്ക് കയറാൻ പറഞ്ഞു. അപ്പോൾ ദൈവാത്മാവിന് ഞാൻ കീഴ്പ്പെട്ട വിഷയത്തിലേക്ക് വരുവാനായി താല്പര്യപ്പെടുന്നു. പ്രിയ മോള് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. അന്യഭാഷയിൽ തന്ന ആ ദൂതിനകത്ത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പ്രിയ പൈതൽ പറഞ്ഞ ഒരു വേർഡാണ്. അപ്പോൾ കർത്താവിനോട് പറഞ്ഞത് ആ വാക്യത്തെ തുടങ്ങാൻ പറഞ്ഞു. ഞാൻ എടുത്തു വെച്ച സംഖ്യാപുസ്തകമാണ്, ദൈവം തന്ന ദൂത് അതാണ്. പക്ഷേ ഇതിനകത്തും തുടങ്ങാൻ കർത്താവ് പറഞ്ഞുകൊണ്ട് അങ്ങനെ വരിക. 18:10
ആമേൻ ഏക് ബാർ ഓർ ഒരു വർഷം ഒന്നും കൂടെ വായിക്കുന്നു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും. അത്രയും മതി. ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും. ഒന്ന് 2-3 ആവർത്തി നമ്മളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മുടെ മനസ്സിൽ ഒന്ന് പറഞ്ഞു നോക്കിക്കേ എല്ലാവരും. ഒരാണ്ട് കഴിഞ്ഞിട്ട്, ഒരു പ്രാവശ്യം കൊണ്ട് പറഞ്ഞാൽ പറ്റത്തില്ല, നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോ. ആ ഒരു വേർഡ് തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇതാര് പറഞ്ഞതാ? ദൈവം പറഞ്ഞ. ആരോടാ പറഞ്ഞേ? അബ്രഹാമിനോട് സാറയോടും. ഒരാണ്ട് കഴിഞ്ഞിട്ട് മടങ്ങി വരും. ഓരോന്നിനും ഓരോ ടൈമിംഗ് ഇല്ലേ? നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ, നല്ല ഉറക്കപ്രിയരാണെങ്കിൽ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കിടക്കത്തില്ലേ? ഇയർലി മോർണിംഗിലൊക്കെ പോകണം, അല്ലെ ഫ്ലൈറ്റിൽ പോകേണ്ട സമയം മറന്നു പോകാതിരിക്കാനുള്ള ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ അലാറം സെറ്റ് ചെയ്യും. എന്തിനാണ് അലാറം സെറ്റ് ചെയ്യുന്നത്? ഉറങ്ങിപ്പോകാതിരിക്കാൻ, ആ യാത്രയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് എടുക്കാൻ. അപ്പം നമ്മളൊക്കെ ചില അലാറം സെറ്റ് ചെയ്യാറുണ്ട്. അപ്പം ദൈവം സഭയോട് പറയുന്നത്, സഭയ്ക്ക് വേണ്ടി, വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയത്താണ് ദൈവം ചെയ്യുന്നത്. നാം സെറ്റ് ചെയ്ത അലാറം, അത് വാച്ചോ മൊബൈലോ എവിടെ നാം സെറ്റ് ചെയ്ത് വെക്കുന്നോ അത് നമ്മുടെ അടുത്തിരിക്കുമ്പോൾ അത് അലാറം ചെയ്യും. നമുക്കതിനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ കിടക്കാം. നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്കതിനെ മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ ഒരു കുടുംബത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അവർക്ക് തലമുറയുണ്ടാകുവാൻ കുറഞ്ഞ പക്ഷം കംസക്കം 1 ഇയർ അല്ലേ? സയൻസ് 9 മാസവും 9 ദിവസവും 9 നാഴിക എന്നൊക്കെ പറയാറുണ്ട്. എങ്കിലും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന 10 മാസം. അമ്മമാരൊക്കെ പറയില്ലേ, കുഞ്ഞെ നിന്നെ 10 മാസം ഞാൻ ചുമന്നതാന്ന്. അപ്പോൾ ഒരു 10ൻ്റെ ഒരു പൂർത്തീകരണം അവിടെയുണ്ട്. പക്ഷേ ഇവിടെ ദൈവാത്മാവ് അവരോട് പറഞ്ഞത്, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വരും. കർത്താവ് പറയുകയാണ്, ഞാൻ മടങ്ങി വരും. വരുമ്പോൾ നിന്റെ വിഷയത്തിനൊരു പരിഹാരമുണ്ടാകും. ആ റിസൾട്ടുമായിട്ട് നിൽക്കും. ആ റിസൾട്ട് ഞാൻ കാണും. അവൻ ദൈവം പറയുന്നു, അവൻ ആ ഒരു വിഷയത്തിന് മാത്രം, ബൈബിളിൽ എവിടെ നാം നോക്കിയാലും അവൻ ആ ഒരു സബ്ജക്റ്റിന് മാത്രം 1 ഇയർ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. അത് അതിനു മുമ്പ് നടത്താൻ പറ്റത്തില്ല. ഇത് ദൈവം ഏതം തൊട്ടത്തി വെച്ച് അവരെ സൃഷ്ടിച്ചാക്കിയപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചതാ. മനസ്സിലാവുന്നു? നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ എന്ന് പറഞ്ഞ് അവൻ അവരെ സൃഷ്ടിച്ചാക്കിയപ്പോൾ മുതലേ കൊടുത്തിരിക്കുന്ന സ്ത്രീയോട് പറഞ്ഞത്, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. പുരുഷനോട് പറഞ്ഞു, നീ അവൻ അധ്വാനിച്ച് വിയർപ്പോടുകൂടി ഉപജീവനം കഴിക്കും. ആ ദൈവം കൊടുത്ത ഒരു പണിഷ്മെൻ്റാണ്. പക്ഷേ ഒരു ടൈം സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കോഴിമുട്ട അടവച്ച് നമ്മുടെ അമ്മച്ചിമാർക്കറിയാം, ചിലർ ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. ഒരു കോഴിയുടെ ചിറകടിയിൽ ഒരു 10 മുട്ട വെച്ചാൽ അത് എത്ര ദിവസം കൊണ്ടാണ് വിരിയുന്നതെന്ന് അറിയാവുന്നവരുണ്ടോ? 21 ദിവസം. നല്ല ചൂടഴിക്കുവാന്ന് 21, ഇല്ലെങ്കിൽ 22 ഇരിക്കണം. ചിലത് 21-ന് പൊട്ടും തോട്, ചിലത് 22-ന്. തള്ളയുടെ അടുത്ത് ചേർന്നിരിക്കുന്ന മുട്ട നല്ല ചൂട് കൊണ്ട് അത് ആദ്യം പുറത്തു വരും അല്ലേ? അപ്പം 3 ആഴ്ചയാണ് പറഞ്ഞത്. 21, 22 ദിവസങ്ങൾ, 23 ആകുമ്പോഴത്തേക്കിന് പിന്നെ പൊട്ടാത്തന്നെ അവർ മാതാപിതാക്കൾ പറയുന്നത് അത് ചീമുട്ട എന്നാണ് പറയുന്നത്. പിന്നെ കോഴി അവിടെ ഇരിക്കത്തില്ല. ആ കോഴി ആ മുട്ടയുമായിട്ടൊരു ടൈം സെറ്റുണ്ട്. ആ സെറ്റപ്പിലായിരിക്കുന്നത്. 9 മുട്ട വിരിഞ്ഞു, മറ്റേ കൂടെ വിരിയട്ടെ എന്നും പറഞ്ഞ് അടുത്തൊരു 21 ദിവസം ആ കോഴി ഇരിക്കത്തില്ല. ദ സയൻസ് തമ്പുരാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ. ഓ റാബ ഷഖാനാറിയാലാബ. സംഖ്യാപുസ്തകത്തിലേക്ക് വരാം. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 17 ആദ്യത്തെ വാക്യം വായിച്ച, മലയാളത്തിൽ വായിച്ചോ. യാ ആ യാ യാ
എഴുതണം. ആ ആ ഞാൻ തെരഞ്ഞെടുത്തവൻ്റെ വടി തളിർക്കും. ഞാൻ ആ ഭാഗം നിർത്തിയിട്ട് വായിച്ച അത്രയും ഭാഗത്തിലേക്ക് ഞാനൊന്ന് വരികയാണ് ബൈ ഹാർട്ടിൽ. സ്തോത്രം. ഇനി ഇപ്പം വായിക്കാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. എല്ലാവരും എന്നോടൊപ്പം വരണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ മോശയോട് ദൈവം കൽപ്പിച്ചത് ഇസ്രായേൽ ഗോത്രം 12ലെയും ഗോത്രപിതാക്കന്മാരുടെ പേരനുസരിച്ച് രൂബേൻ, ശിബയോൻ, ലേവി, യഹൂദ, ദാൻ, നഫ്താലി, ഗാദ്, ഇങ്ങനെ ആശേർ, ബെന്യാമിൻ, ഈ 12 പേരുടെയും പേരിൽ ഗോത്രത്തലവന്മാർക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തിൻ്റെ ചിഹ്നമാണ് വടി. പഴയ നിയമകാലത്ത് ആട്ടിടയന്മാരുടെ കയ്യിൽ ഉപയോഗിക്കുന്ന വടിയുണ്ട്, ഗോത്രപിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന വടിയുണ്ട്. അതിനെപ്പറ്റി ശക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമ പല വേദഭാഗങ്ങളിൽ. അപ്പം പലരും എന്നെ തെരഞ്ഞെടുത്തോ, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടോ, ദൈവം എന്നെ വിളിച്ചോ, വർഷിപ്പ് ലീഡറായിട്ടാണോ വിളിച്ച്, പ്രാർത്ഥിക്കാനാണോ വിളിച്ച്, മൈക്രോ ഓപ്പറേറ്ററായിട്ടാണോ വിളിച്ച്, മീഡിയയിലിരിക്കാനാണോ വിളിച്ച്, പ്രസംഗിക്കാനാണോ വിളിച്ച്, പല നിലയിൽ ഒരാത്മീയ ആരാധന ആലയത്തിൽ വിവിധ കോളിംഗ് ഉള്ളവരുണ്ട്. നമ്മുടെ ഈ 5 വിരലിനും 5 ഡ്യൂട്ടിയാ. ഒരെണ്ണം ഇല്ലെങ്കിൽ അറിയാൻ്റെ ബുദ്ധിമുട്ട്. നമ്മുടെ കൈയുടെ ഡ്യൂട്ടിയല്ല കാല് ചെയ്യുന്നത്, നമ്മുടെ കാലിൻ്റെ ഡ്യൂട്ടിയല്ല നമ്മുടെ കണ്ണ് ചെയ്യുന്നത്. ഇതൊരു ശരീരമാണ്. സഭ ദൈവത്തിൻ്റെ ശരീരമാണ്. ഈ സഭയ്ക്കകത്ത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഞാൻ രാവിലെ ഇംഗ്ലീഷ് ചർച്ചിൽ അത് പറയാൻ കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സ്തോത്രം. ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. നാം വെറുതെ വന്ന് വചനം കേൾക്കാൻ വരുന്നവരല്ല. അതിനു മുമ്പേ ഞാൻ സ്റ്റാർട്ടിങ്ങിലൂടെ വന്നു ദൈവാസനോടൊപ്പം വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളും സഹോദരിമാരും കുഞ്ഞു വരെ അപ്പുറത്തെ റൂമിൽ നിന്ന് സാധനം എടുത്തോണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൊച്ചു കുഞ്ഞ് അന്നേരം ഉണ്ടായിരുന്നതിൽ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലെ വാഞ്ച ഞാനൊന്ന് കണ്ടു. ആരും നോക്കി നിന്നില്ല. അവർ കസര എടുത്തുകൊണ്ട് വരുന്നു, മറ്റു സാധനങ്ങൾ എടുക്കുന്നു. ഓരോരുത്തരും വന്നിട്ട് എല്ലാവരും ഇതിൻ്റെ ഭാഗം ആകുവാനിടയായി. മാറി നിന്നത് ഞാനേ ഉള്ളൂ. എങ്കിലും ഇത് കണ്ടപ്പോൾ വിചാരിച്ച് പ്രസംഗിക്കുമ്പോൾ ഇതോടെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു കസര എടുത്തോണ്ടിടാൻ വിചാരിച്ച് ഞാനും 2 കസര എടുത്തോണ്ട് വന്നു. അപ്പോൾ എന്നെ ചിലർ മന ചെയ്തു, പാസ് എടുക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചിലതിൻ്റെ ഭാഗമാകുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. മനസ്സിലാകുന്നോ? നാം മാറിയിരിക്കേണ്ടവരല്ല. നമുക്കൊത്തിരി താലന്തുണ്ട്. നിങ്ങളെ ദൈവം വിളിച്ചെന്നുള്ളൊരു തെളിവും കൂടെ വേണ്ടേ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ദൈവം നമ്മളെ വിളിച്ചോ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, വിശുദ്ധിയിലേക്ക്, വേർപാടിലേക്ക്, ദൈവസഭയിലേക്ക്, ദൈവത്തിൻ്റെ അംഗമാകുവാൻ ദൈവം നമ്മളെ വിളിച്ചോ? അപ്പനും അമ്മയും പെന്തക്കോസ്തലായതുകൊണ്ട് മക്കൾ പ്രധാനപ്പെട്ടവരാണോ? അല്ല. കർത്താവ് വിളിച്ചിറക്കിയതാ. പാരമ്പര്യം വിട്ട് ചിലതിനെ വിട്ട് വരാൻ പറഞ്ഞു വന്നതാ. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുന്നത് ഗോത്രപിതാക്കന്മാരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം 12 പേരെയും 12 പേരുടെ വടിയെയും മോശേ നീ വാങ്ങണം. നീ അത് വാങ്ങി സമാഗമന കൂടാരത്തിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കണം. നീ അടുത്ത ഭാഗത്തിലേക്ക് വരിക. ഞാൻ തെരഞ്ഞെടുത്തവൻ്റെ വടി തളിർക്കും. അപ്പം സുഖവ ലാഠി ഉണങ്ങിയ വടിയാ, ഉണങ്ങിയ വടിയാ. അപ്പം ഡ്രം സെറ്റ് ഒന്നും ഇവിടെ ഉപയോഗിക്കാത്തതുകൊണ്ട് വടിയൊന്നുമില്ല. ഇല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാമായിരുന്നു. എങ്കിലും മോനെ പേന ഇങ്ങോട്ട് തരാമോ? ഒരു വടിയായിട്ട് ടെമ്പററി ഒരു നിമിഷത്തേക്ക് ഇതൊരു വടിയാണെന്നൊന്ന് ഇമാജിൻ ചെയ്യുക. നമ്മുടെ ഭാവനയിൽ ഇതൊരു വടിയാ, പേനയാണ്. ഇത് ഉണങ്ങിയ വടിയാ. ഇതുപോലെ 12 വടിയുണ്ട്. 12 പേരും കൊണ്ടുവന്നു. അപ്പം അവർ ചില ചിന്തിച്ചില്ലേ, 6 വടിയാ തളിർക്കുന്നേ, ഇല്ലെങ്കിൽ കൊണ്ടുവരുമോ? 12 ഗോത്രം കൊണ്ടുവന്നു. 12 വടി മോശയുടെ കൊടുത്തു. ഈ 12 പേരും ഇവിടെ വന്നപ്പോൾ ദൈവം ഒരു ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അതാണ് ഇമ്പോർട്ടൻ്റ്. ഞാൻ തെരഞ്ഞെടുത്തവൻ്റെ വടി തളിർക്കും. അന്നത്തെ ആ ഉപദേശം ആ വേദഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ തിരിച്ചു തരാം, ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞു കേട്ടോ. അത് തളിർക്കും എന്ന് പറഞ്ഞവിടെ നിർത്തുകയാണ്. എന്നിട്ട് വടിമേൽ അവൻ്റെ പേർ എഴുതുക. പക്ഷേ ഒരു ചേഞ്ച് എന്താണെന്നറിയാമോ? ലേവി ഗോത്രത്തിൻ്റെ മേൽ, ലേവിയുടെ മേൽ
അഹരോന്റെ പേര് എഴുതണം. അഹരോൻ ലേവി കുടുംബത്തിലെയാ. മോശയും അഹരോനും ഏത് കുടുംബത്തിലെയാ? ലേവി കുടുംബത്തിലെയാ. പേരെന്ന് മാറ്റുന്നുള്ളു. കുടുംബമൊക്കെ ശരിയാ, വീട്ടുപേരും ശരിയാ, പാരമ്പര്യവും ശരിയാ, രക്ഷിക്കപ്പെട്ടത് ശരിയാ, അപ്പൻ പാസ്റ്ററെന്നും ശരിയാ. സ്തോത്രം. അമ്മ പണ്ട് ബന്ധുക്കോസിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതാ, ശരിയാ. ഇതെല്ലാം നമുക്ക് പറയാൻ കാണും. പക്ഷെ നൗ ദൈവത്താ ചോദിക്കുന്നു, നിന്നെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടോ? ഓ റഗബാന ശിഖാലാദാറവ. ഞാൻ തെരഞ്ഞെടുത്തതിൻ്റെ വടി തളിർക്കും. ഇതൊരു ഉണക്ക വടിയാണ്. ഇത് തളിർക്കണമെങ്കിൽ മോശയോട് ദൈവം പറഞ്ഞ ഒരു കമന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. ആമേൻ. വേഴ്സ് 5, സാക്ഷ്യത്തിന് മുമ്പാകെ അവയെ വയ്ക്കണം. ആ പദപ്രയോഗത്തിൽ പറഞ്ഞത് ഇസ്രായേൽ മക്കൾ ഗോത്രങ്ങളെ നോക്കി, ചിലരെ നോക്കി പിറുപിറുത്തോണ്ടിരിക്കുക. ഇവനെ തെരഞ്ഞെടുത്തിട്ടില്ലെന്നേ, ഇവൻ ചുമ്മാ കയറി ഷൈൻ ചെയ്യാന്നേ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞ മനസ്സിലാവുന്നോ? ചിലർ സ്റ്റേജ് കിട്ടിയാൽ ഷൈൻ എന്നൊക്കെ പറയുന്നാറില്ലേ? ദൈവം തെരഞ്ഞെടുത്തുണ്ടെങ്കിൽ ഷൈൻ ചെയ്യണം. ബൈബിൾ പഠിപ്പിക്കുന്ന എങ്ങനെ? നാം മാറിയിരിക്കേണ്ടവരല്ല. ആമേൻ, ഹല്ലേലൂയ. ഞാൻ മാറി ഇരിക്കുവാനുമല്ല പറയുന്നത്, അല്ലേ? ഹലോ, ദൈവം തെരഞ്ഞെടുത്തതല്ലേ? ആണോ? അപ്പം ഇവിടെ പറയുന്നത് ഞാൻ തെരഞ്ഞെടുത്തവൻ്റെ വടി തളിർക്കും. സ്തോത്രം. അപ്പോൾ അടുത്ത ഭാഗം പറയുന്നത്, ഇങ്ങനെ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. അപ്പം ആ സമയത്ത് വല്ലാതെ പിറുപിറുപ്പ് നേരിട്ടുകൊണ്ടിരിക്കുക. ഇത്രയും നാളും കർത്താവിനോടൊപ്പം നിന്നു, മോശയോടൊപ്പം നിന്നു, ന്യായപ്രമാണം അനുസരിച്ചു, എനിക്ക് ഒന്നും കിട്ടിയില്ലല്ലോ. നമ്മളിൽ ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും പറയും, ഞാൻ കസാരയിടാനും പായിടാനും മാത്രമാണോ കർത്താവേ എനിക്കൊരു സ്റ്റേജ്? ഒന്ന് പ്രാർത്ഥിക്കാൻ കുറഞ്ഞ പക്ഷം, അല്ലെങ്കിൽ ഒരു സാക്ഷി പറയുവാൻ, ഒന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ നമുക്കറിയാവുന്ന നിലയിൽ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിച്ചു. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഉണ്ട് ഡ്യൂട്ടി, ഓരോരുത്തർക്കും ഓരോ നിലയിൽ ആക്കി വെച്ചിരിക്കുക. അപ്പം ഈ പിറുപിറുക്കുന്നവരുടെ പിറുപിറുപ്പ് നിർത്തലാക്കുവാൻ ആമേൻ ദൈവം ഒരുക്കിയ ഒരു പദ്ധതി ഒന്നവിടെ കാണുന്നു. 2 ആമേൻ 6-ാമത്തെ വാക്യം. മോശ ചെയ്തു. ആമേൻ. ലേവി ഗോത്രത്തിന്റെ പേരിൽ ഇപ്പൊ 6 പേരെ എഴുതിയിരിക്കുന്നേ? അഹരോന്റെ. ആമേൻ. മോശ ഒരിക്കൽ യുദ്ധം ചെയ്യുവാൻ വേണ്ടി നിന്ന് കഴിഞ്ഞപ്പം യുദ്ധം ജയിക്കണമെങ്കിൽ ജയിക്കുന്നവരെ 2 പേര് ഇടത്തും വലത്തും മോശയുടെ നിർത്തിയിട്ട് പറഞ്ഞു, ആമേൻ, ആ ജയിക്കുന്നവർ ഇവരുടെ കൈ സപ്പോർട്ട് ചെയ്യണം, താങ്ങണം. അതിലൊരാളാണ് ആര്? അഹരോൻ. അതിലൊരാണ് അഹരോൻ. മനസ്സിലാകുന്നോ? അപ്പം അഹരോൻ ആരുടെ കൂടെ നിൽക്കുക? മോശയുടെ കൂടെ നിൽക്കുക. മോശയുടെ കൈ സപ്പോർട്ട് ചെയ്ത് താങ്ങിയ യുദ്ധം ജയിക്കുന്നവരെ കൂടെ നിന്ന മോശയ്ക്ക് എന്തെങ്കിലും ഒന്ന് പ്രതിഫലം കൊടുത്തില്ലെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഇത്രയൊക്കെ നിന്നിട്ട് പാസ്റ്റർജി എൻ്റെ ഒരു പേര് പോലും പറഞ്ഞില്ല, ബൈ ചാൻസ്. അല്ല, അമ്മാമ്മ എൻ്റെ പേരൊന്ന് പൊക്കി പറഞ്ഞില്ല, ലീഡേഴ്സ് ഒന്നും പറഞ്ഞില്ല, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാലും ടൈം വരുന്നുണ്ട്. ദൈവം ഒരാളെ ഉയർത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും തടയാൻ കഴിയത്തില്ല. സ്തോത്രം. അതാണ് ദൈവം ടൈം സെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞ അലാറം വെച്ച് വെച്ചിരിക്കുകയാണ്. അതിന് 1 വർഷത്തെ കാലാവധി ഉള്ളത്. ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത് അവിടെ ആ 1 വർഷമായിരുന്നെങ്കിൽ ഈ ഉണങ്ങിയ വടി, ഞാൻ അതുകൊണ്ടാണ് ഈ പേനെടുത്ത് ഒരു വടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഇതൊരു ഉണങ്ങിയ വടി, ഇത് സമാനഗുണമാണ് ഈ പുൽപ്പിറ്റ്. മോശ ഇവിടെ നിൽക്കുന്നത് ചിന്തിക്കുക. മോശയുടെ 12 വടിയും ഇവിടെ കൊണ്ട് കൊടുത്തു. ഗോത്രപിതാക്കന്മാർ 12 പേരും വന്നിട്ട് ലേവിയുടെ ഗോത്രത്തിൽ ഇപ്പോൾ 6 പേരാ. അഹരോന്റെ പേര് എഴുതിയിരിക്കുക. 12 പേരും വിശ്വാസത്തോടെ കൊടുത്തു. ലേവി ഗോത്രം മനായതില്ല, വിലക്കിയില്ല. ദൈവം പറഞ്ഞല്ലേ, ദൈവം പറഞ്ഞു അവൻ്റെ കുടുംബത്തിൽ തന്നെ ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അഹരോനും കഷ്ടപ്പെട്ടതാ, മോശയുടെ കൈതാങ്ങിയ ആളാ. അവൻ യുദ്ധം ജയിക്കാൻ അവനൊരു കാരണക്കാരനാ. അവനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അവനും വല്ലതും കൊടുക്കണം. ചിലർ പിറുപിറുക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തലാക്കണം. ദൈവം പറഞ്ഞു അഹരോന്റെ പേര് എഴുതാൻ പറഞ്ഞു. ഈ രാത്രി വ്യക്തിപരമായിട്ടുള്ളൊരു ദൂത് കൈമാറുകയാണ്. ഇതുവരെ നിങ്ങളുടെ പേര് ലിസ്റ്റിൽ വന്നില്ലെങ്കിൽ ദൈവാത്മാവ് ചിലരുടെ പേര് ഇന്ന് രാത്രി തിരിച്ചെഴുതാൻ പോകുകയാണ്.
ചില മണ്ഡലങ്ങളിലേക്ക് നിങ്ങളുടെ പേര് തമ്പുരാൻ എഴുതും. ചില അവരുടെ പേര് മാറ്റും. ബൈബിളിനകത്ത് നമുക്ക് കാണാൻ കഴിയുമല്ലോ, വസ്തിയെ മാറ്റി എസ്തറിനെ ദൈവം തെരഞ്ഞെടുത്തു. ഒരു സമയം ഉണ്ടെന്നേ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എസ്തർ രാജസ്ഥാനത്ത് അഹശ്വേരോശന്റെ കൊട്ടാരത്തിൽ വരുമെന്ന്. അവൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഓൾറെഡി അവിടെ ഒരു രാജ്ഞിയുണ്ട്. എന്നാൽ വസ്തിയെ മാറ്റണമെന്ന് സ്വർഗം പദ്ധതിയിട്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ചിലരെ മാറ്റിയിട്ട് നിങ്ങളുടെ ഡ്യൂട്ടിയിൽ നിങ്ങൾക്ക് പൊസിഷൻ മാറും. നോട്ട് ഓൺലി ഫോർ ദിസ് ചർച്ച്, ഹല്ലേലൂയ, ചർച്ചിൽ സ്ഥാനക്കയറ്റം മാത്രമല്ല, ആത്മീയ ഗോളത്തിലെ വിഷയം മാത്രമല്ല, ഹല്ലേലൂയ, ജോലി ചെയ്യുന്നിടത്ത്, ഹല്ലേലൂയ, മറ്റു മണ്ഡലങ്ങളിൽ നമ്മെ ഉയർത്തുവാൻ ദൈവം പദ്ധതിയിടുന്നു. നമ്മുടെ പൊസിഷനെ മാറ്റുവാൻ ദൈവം ആലോചനയിടുന്നു. ഉയരത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രഭുക്കന്മാരോടൊക്കെ ഇരുത്തുന്നൊക്കെ വചനമില്ലേ ലൂക്കോസ് വായിക്കുമ്പോൾ? ഞാൻ ഒരിക്കലും ഞാൻ ചിന്തിച്ചു, ഒത്തിരി വലിയ അറിവോ ജ്ഞാനമോ പഠിത്തമോ ഡിഗ്രിയോ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പം ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റിൻ്റെ ഒരു വലിയൊരു സെമിനാർ ഡൽഹിയിൽ നടന്നു. 500-550 പേര് അന്നത്തെ സെമിനാറിലുണ്ട്. 3 ദിവസത്തെ മീറ്റിങ്ങാണ്. നടക്കുമ്പോൾ അവർ ഗസ്റ്റായിട്ട് വിളിച്ചത് പ്രസംഗിക്കുക തന്നെയാണ്. ഡൽഹിയിൽ ഇഷ്ടം പോലെ പാസ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ദൃക്സാക്ഷിയാണ് ഇന്ന് കവൻട്രിയിലുള്ള പാസ്റ്റർ ജിജി. അന്ന് പുള്ളി അവിടെ ഉണ്ട്. പുള്ളി ആ ടീമിൽ വർക്ക് ചെയ്യുക. അന്ന് അദ്ദേഹം പാസ്റ്ററൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്വപ്നം ഞാൻ സ്ഥാനപ്പെടുത്തിയതാണ്. ആ മീറ്റിങ്ങിൽ അന്ന് രക്ഷിക്കപ്പെട്ടതാണ്. അന്ന് അദ്ദേഹം ബാച്ചിലറുമായിരുന്നു. ദൈവം ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാലേ ആ ദൈവമാണ് ചെയ്യുന്നത്. ദൈവം തിരഞ്ഞെടുത്തവരെ പുറത്തുകൊണ്ട് വരും. അദ്ദേഹം ഒരു വർത്തമാനക്കാരനായിട്ട് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞു പുറത്തു വരണം, കർത്താവിനെ വേല ചെയ്യണം. ദൂത് കൊടുത്തു, കൈമാറി. ഞാൻ എടുത്തു പറഞ്ഞത് അന്നത്തെ മീറ്റിങ്ങിന് ഇവരെന്നെ വിളിച്ചു. ഇപ്പം ഞാൻ ആദ്യം മനായത്. മോശ പറഞ്ഞ പോലെ അതിനോട്ട് എനിക്ക് കഴിവില്ല, ഞാൻ വിക്കനാണെന്നൊക്കെ പറഞ്ഞ് മോശ തടിതപ്പി. എൻ്റെ ജ്യേഷ്ഠനുണ്ട് അഹ്റോൻ. അന്ന് മോശ അഹ്റോനെ ഒന്ന് സപ്പോർട്ട് ചെയ്തില്ലേ? മോശ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ചില്ലേ? എല്ലാവരും എന്നോടൊപ്പം വരണേ. മോശ സ്വയം ഒന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ചില്ലേ? വേണമെങ്കിൽ മോശ മാറ്റിയിട്ട് ദൈവത്തിന് ആരെ ആക്കാം? അഹ്റോനെ ആക്കാം. അപ്പം ദൈവം പറഞ്ഞു, ഇല്ല, ഇപ്പം എനിക്ക് മോശ നിന്നെ കൊണ്ട് ആവശ്യം. ചില വിക്കന്മാർ, വിദ്യാഭ്യാസമില്ലാത്തവർ, കഴിവില്ലാത്തവർ, ടാലൻ്റ് ഇല്ലാത്തവർ എന്ന് പറയുന്നവരെ ദൈവത്തിന് വേണമെന്നേ ദൈവം തിരഞ്ഞെടുത്തതാ. സമയം പറട്ടെ, അപ്പോൾ ഞാൻ അഹ്റോനെ മാനിക്കും. എൻ്റെ സമയം വരും. അന്നേ ദൈവം അഹ്റോന് വേണ്ടി ഒരു സമയം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പം സമയമായി. ലേവി ഗോത്രത്തിൽ പേര് ചേഞ്ച് ചെയ്യുകയാണ്. 12 പേരും അവിടെ വന്നു, വഴിയും കൊടുത്തു. ഹല്ലേലൂയ. സമാന കൂടാരത്തിന് മുമ്പിൽ വെച്ചു. അടുത്തൊരു കണക്കവിടെ പറയുന്നുണ്ട്, ഒരു ടൈം പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ, അതിൻ്റെ തൊട്ടടുത്ത ഭാഗം 7-ാം വാക്യം. മോശ ഇവിടെ എഴുതിയിരിക്കുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ട്, മാസങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടോ? ഓൺലി 24 hours. ഒരു ഉണങ്ങിയ വടി വെക്കേണ്ടവൻ പറഞ്ഞത്, പേര് മാറ്റാൻ പറഞ്ഞത്, വെക്കേണ്ടടുത്ത് വെച്ചപ്പോൾ ഹല്ലേലൂയ, ഉണങ്ങിയിരുന്ന ഈ നാളുകളായി ഈ ഗോത്രപിതാക്കന്മാരുടെ ഇരുന്ന ആ വടിയിൽ ഒരെണ്ണം, ആരുടെ വടി? പേര് മാറ്റാൻ കൽപ്പിച്ച അഹ്റോന്റെ വടി തളിർത്തു മാത്രമേ, പിന്നെ അവിടെ അടുത്ത പദങ്ങൾ കൊടുത്തുണ്ട്. തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്ച്ചു. ഹല്ലേലൂയ. അപ്പോൾ അത് ബദാമിൻ്റെ കമ്പായിരിക്കാം. അതല്ലെങ്കിൽ തന്നെ അതിനെ ബദാം ആക്കുവാൻ ആർക്ക് കഴിയും? അല്ല, എലിമ്പ് പുളിയുടെ കമ്പായിരുന്നെങ്കിൽ പുളിയല്ലേ ഉണ്ടാവുന്നേ? ആ പുളിയാന്നേലും അതിനെ ബദാമാക്കാൻ ദൈവത്തിന് കഴിയും കേട്ടോ. പേര് ചേഞ്ച് ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അതിനെ ടേസ്റ്റ് ചേഞ്ച് ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. പാടാൻ കഴിവില്ലാത്ത, പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്ത, ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിവില്ലാത്ത പലരെയും ദൈവം ഉപയോഗിക്കുന്നില്ലേ? ദൈവം സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നില്ലേ? ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലരെ ദൈവം അങ്ങനെ തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിലാണ്. തളിർക്കത്തില്ലെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞെങ്കിൽ, അത് കായ്ക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, അത് ഫലം പുറപ്പെടുവിക്കത്തില്ല പറഞ്ഞെങ്കിൽ, ഈ രാത്രി ആത്മാവ് കൽപ്പിക്കുന്നു,
ആമേൻ അത് തളിർത്തു വരിക മാത്രമല്ല, ആമേൻ അതിനകത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറും. അതുമല്ല, അതുക്ക് മീതെ പിന്നെയും അതിൻ്റെ അപ്പുറത്തേക്ക് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ക്കുന്നു. 24 മണിക്കൂറേ എടുത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 18:10 നാം വായിച്ചത് എത്ര ദിവസം എടുത്തു? ഒരാണ്ട്. ഇപ്പൊ കുറഞ്ഞു വരിക. 24 മണിക്കൂർ. വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ഈ 6 മണിയോടെ എടുക്കുന്ന ഈ സമയത്ത് നാളെ രാത്രി 6 മണിക്ക് മുമ്പേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്ക് കർത്താവിന് അത് ചേഞ്ച് ചെയ്യുവാൻ കഴിയും. ദൈവം അത് ചേഞ്ച് ചെയ്യുവാൻ കഴിയും. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ദൈവത്തിന് ആ ഡേറ്റ് മാറ്റുവാൻ കഴിയും. ഓ യേശുക്ക നാമേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ജനത്തോട് പറയുന്നത്, ആമേൻ ഹല്ലേലൂയ, ദൈവം ചിലരെ അങ്ങനെ പേര് ചെയ്യുന്ന വിഷയം മാത്രമല്ല, ആമേൻ നമ്മുടെ സ്വഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ആമേൻ കൃപാവരങ്ങൾ, ആമേൻ ഹല്ലേലൂയ, അന്യഭാഷ അടയാളത്തോടെ, ആമേൻ പ്രവചനപരത്തോടെ നിങ്ങളെ ഒന്ന് ചേഞ്ച് ചെയ്യുവാൻ ദൈവം പദ്ധതിയിടുന്നു. ഇന്നലെ വരെ പ്രവചിക്കാത്തവർ, ഇന്നലെ വരെ ആമേൻ ഹല്ലേലൂയ ദൂത് പറയാത്തവർ, ഇന്നലെ വരെ അന്യഭാഷ പറയാത്തവർ, ഈ രാത്രി ആത്മാവ് പറയുന്നു, നിങ്ങളുടെ മേൽ ആത്മാവിന്റെ ശക്തി കടന്നു വരും. ഈ വനമുണ്ടോ? പ്രവാചകണത്തിൽ ചോദിക്കുന്നത് പോലെ ഈ രാത്രി പ്രവാചകണത്തിൽ എണ്ണപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. ഓ റഘബറ ശേഖരിയാനാദ വൈഡ റിഗൽ ഖമനാദ രാജലസിയ. ഹല്ലേലൂയ ഹല്ലേലൂയ. അവർ ഗോഡ് ഈസ് ലിവിംഗ് ഗോഡ്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ന്യൂകാസിൽ സഭയെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അടുത്തൊരു ഗ്രേഡിലേക്ക് സഭയെ ദൈവം മാറ്റും. ജനത്തെ ദൈവം മാറ്റും. കുടുംബങ്ങളെ ദൈവം മാറ്റും. നിന്നെ നോക്കി പിറുപിറുത്തവർ, ഉണക്കമടിയാന്ന് പറഞ്ഞവർ, കായ്ക്കത്തിൽ നിന്നും പൂക്കത്തിൽ നിന്നും തളിർക്കത്തിൽ നിന്നും പറഞ്ഞവർ, ഹോ സക്താ ഹൈ ആമേൻ കഭി അപ്നാ ഘർ സേ, ഹോ സക്താ ഹൈ അപ്നാ ആമേൻ കോയി ദോസ്ത് ഹൈ, ആമേൻ ഹോ സക്താ ഹൈ और कोई विश्वासी लोग, हो सकता है कोई पास्टर्स. നാം ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കാത്ത വ്യക്തികളായി പറയും, ഇവൻ ഗുണമില്ലെന്നേ, ഇവൻ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ, ഇവനിൽ കൃപാവരമില്ല പറഞ്ഞവർ കണ്ടേക്കാം. നെവർ. ബട്ട് ദൈവാത്മാ പറയുന്നു, ഞാൻ ചില ചെയ്യാൻ പോകുക. അവിടെ പറഞ്ഞിരിക്കുന്നത്, പിറ്റേന്നാൾ മോശ സമാഗമന കൂടാരത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണക്കവടി അത് തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചു. 24 മണിക്കൂറിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് വീണ്ടും തൂത് പറയുന്നത്, 24 മണിക്കൂർ കർത്താവ് ചില കാര്യങ്ങൾ ചിലർക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്യും. സ്തോത്രം സ്തോത്രം. ചിലപ്പോൾ വിസയുടെ കാലാവധി തീരാൻ പോകുന്ന ഡേറ്റുകളൊക്കെ വരുന്നതിന് 24 മണിക്കൂർ കർത്താവ് ചെയ്യും കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ബാഹ്യമായ വിഷയമായിക്കൊള്ളട്ടെ, അവിടെയും ദൈവത്തിന് ഇറങ്ങി വരാനും പ്രവർത്തിപ്പാനും കഴിയും. അത് വിശ്വസിക്കുവാൻ ദൈവാത്മാവ് ദൂത് പറയുന്നതിന് തൊട്ടടുത്ത 9-ാം വാക്യം. എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്യിപ്പിച്ചോ ഭേദഭാവം വായിച്ചു. മോശ ഈ 12 വടിയും 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിറ്റേന്നാൾ സെയിം ടൈമിലായപ്പോൾ അത് പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ പുറത്ത് കാത്തിരിക്കുക ആര്? അപ്പോൾ ഈ നിൽക്കുന്നവരുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും? ആരുടെ വഴിയാണോ പൂത്തത്, എൻ്റേതായിരിക്കണേ. അല്ല, ലോട്ടറി എടുത്തിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ പോലെ അല്ലേ? അയ്യോ, അത് ഗിഫ്റ്റ് എനിക്കായിരിക്കണേ, ഫസ്റ്റ് പ്രൈസ് എനിക്കായിരിക്കണേ. ഞാൻ ട്രിവാൻഡ്രം ഏരിയയിൽ ചർച്ചും ആളും പേരൊന്നും പറയുന്നില്ല, ട്രിവാൻഡ്രത്ത് ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. മീറ്റിംഗ് കഴിഞ്ഞ് ദൂതൊക്കെ കൊടുത്തു, ശക്തമായി ആരാധനയൊക്കെ കഴിഞ്ഞു. ഒരു 70 വയസ്സ് പ്രായമുള്ളൊരു അമ്മച്ചി, പാസ്റ്റേ ഇന്നത്തെ മെസ്സേജ് മുഴുവൻ അനുഗ്രഹമായിരുന്നു, ഒത്തിരി സന്തോഷമായിരുന്നു, ഞാൻ ഒത്തിരി ആനന്ദിച്ചു. എന്നിട്ട് അമ്മച്ചി തൊട്ടടുത്ത് ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയുക, ഒരു കാര്യത്തിൻ്റെ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ ചെന്താ അമ്മച്ചി, ഞാനൊരു ലോട്ടറി എടുത്ത് ബൈബിൾ വെച്ചൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു, അമ്മച്ചി അത് മാത്രം ഞാൻ ചെയ്യത്തില്ല. ചിലരുടെ വിശ്വാസമാണ്
പക്ഷേ ദൈവജനം പറഞ്ഞു നമുക്ക് തെറ്റാ, നമ്മൾ ചെയ്യാൻ പാടില്ല. അന്യൻ്റെ മുതലോ ആഗ്രഹിക്കാത്തൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഞാൻ അമ്മച്ചിയോട് ആ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ പ്രാർത്ഥിക്കുക. അയ്യോ പാസ്റ്റർ അത് തെറ്റാണോ? ഞാൻ പറഞ്ഞാന്നു ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പറയുന്നു. അന്ന് അമ്മച്ചി ആ ദൂത് ഏറ്റെടുത്തു. അറിയത്തില്ലായിരുന്നു, അറിയാ ചെയ്തു പോയതാ. അപ്പം ചിലർ പ്രൈസ് എനിക്കടിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ലേ? ഒളിച്ചും പാത്തും ലോട്ടറി എടുക്കുന്നവർ കേരളത്തിൽ ഇവിടെങ്ങുമില്ല. അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ കണ്ടേക്കാം. ദൈവത്തിന് ഇഷ്ടമല്ലാത്തൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം എല്ലാവരുടെയും ആഗ്രഹം എനിക്ക് ലഭിക്കണമെന്നുള്ളതാ. ഓടാൻ നിന്നാലും, ഹൈ ജമ്പായാലും, ലോങ് ജമ്പായാലും, സ്പോർട്സിനായാലും, ലൈനിൽ നിൽക്കുന്ന ഒരു ചർച്ചിലെ ആൾക്കാരുടെ കോമ്പറ്റീഷൻ നടത്തിയാലും അതിലും എനിക്കൊന്നാം പ്രൈസോടെ നമ്മൾ ആഗ്രഹിക്കത്തില്ലേ? വേഴ്സ് കോമ്പറ്റീഷനാകട്ടെ, സോളോ ആകട്ടെ, ചർച്ചിൻ്റെ ആകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഫസ്റ്റ് വേണം. അപ്പോൾ ഈ 12 പേരും കാത്തിരിക്കുക. മോശ ഇപ്പം വരും റിസൾട്ടുമായിട്ട്. സ്തോത്രം. മോശ വന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ തന്നെ അങ്ങ് തിരഞ്ഞെടുത്തു, എനിക്കതാ ഇഷ്ടപ്പെട്ടെ. മോശ പേര് വിളിച്ച് കൊടുത്തൊന്നുമില്ല. അല്ല പിന്നെ മോശ എന്താണ് ആ സമയത്ത് ചെയ്യുന്നതല്ലേ, ബുദ്ധിമുട്ടല്ലേ? പറഞ്ഞു നിങ്ങൾ അവരവരുടെ വരി തിരഞ്ഞെടുത്തു അല്ലേ? അതിനകത്ത് അങ്ങനെ കൊടുത്തിരിക്കുന്നത് യഹോവ മോശയോട് അഹരോന്റെ പടി മത്സരികൾക്ക് 10-ാം വാക്യം ഒരടയാളമായി സൂക്ഷിക്കണം. സ്തോത്രം. ഇന്നലെ വരെ കുറ്റം പറഞ്ഞവരും ഒറ്റപ്പെടുത്തിയവരും അത് കായ്ക്കത്തില്ലെന്ന് പറഞ്ഞവരും വിധി എഴുതവരൊക്കെ നിൽക്കുമ്പോൾ, മോനെ കുഞ്ഞുങ്ങളെ നിങ്ങളെ നോക്കി വിധി പറഞ്ഞവരുണ്ട് കേട്ടോ. ഇപ്പം പഠിക്കത്തില്ല, അല്ലെങ്കിൽ ഇവൾ പഠിക്കത്തില്ല, ഇവിടെ വിവാഹം നടക്കത്തില്ല, വിദേശയാത്ര ചെയ്യത്തില്ല, നീ ഇവിടെ കിടന്ന് കറങ്ങും എന്ന് ചിലപ്പോൾ ശപിച്ചവർ കണ്ടേക്കാം ഒരു കാലത്ത്, ഒരു സമയത്ത്. പക്ഷേ ദൈവം ചരിത്രം മാറ്റി എഴുതി. ചിലപ്പോൾ മാതാപിതാക്കളുടെ കണ്ണുനീരായിരിക്കാം, ദൈവസഭയുടെ പ്രാർത്ഥനയായിരിക്കാം. അതിലപ്പുറം ദൈവം നിന്നെ കണ്ടതുകൊണ്ട് ദൈവനുള്ള സാഹചര്യം ഒരുക്കി നിന്നെ പുറത്തു കൊണ്ടുവന്നു. ആ പഴയ നിന്ന അവൻ എടുത്തു മാറ്റി. സ്തോത്രം. നാം യോഗ്യത അല്ലാതിരുന്നൊരു സ്ഥാനത്ത് ദൈവം നമ്മെ യോഗ്യത ഉള്ളവരാക്കി മാറ്റി. ഇവിടെ അഹരോന്റെ ഹിസ്റ്ററി എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 24 മണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ. അവൻ ആ ഉണങ്ങിയ വടി തളിർത്ത് പൂത്ത് ബദാം ഫലം കഴിച്ചു. അപ്പം ഞാൻ ഈ ഒരു ബദാം ഫലം കായ്ക്കണമെങ്കിൽ കുറഞ്ഞത് 6 മാസം എടുക്കും. അപ്പം 6 മാസം വരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? 12 പേരും ഇങ്ങനെ കാത്തു നിൽക്കുക. സ്തോത്രം. ഇപ്പം നാട്ടിലൊക്കെ ബഡ് തൈ ഇറങ്ങിയിട്ടുണ്ട്, പ്ലാവിൻ്റെയും മാവിൻ്റെയും ഒക്കെ 3 വർഷം കൊണ്ട് ഫലം കായ്ക്കുന്നത്. ഇപ്പം നമ്മൾ 1-ാം വർഷം കായ്ക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? അതിന് 3 വർഷം വെയിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള വൃക്ഷങ്ങളുണ്ട്, അപ്പം അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട്. പഴയ കാലത്ത് ഒരു പ്ലാവ് വളർന്ന് 10, 20, 15 വർഷമൊക്കെ കഴിഞ്ഞാൽ 5, 8, 10 വർഷമൊക്കെ കഴിഞ്ഞ് അതിന് ശീലങ്ങളൊക്കെ വന്ന് പിന്നീടാണ് അത് കാതലൊക്കെ വന്നതിന് ശേഷം അതിനകത്ത് ഈ ചക്കയുടെ കളയൊക്കെ വരത്തുള്ളൂ. സമയമെടുക്കും. ഇപ്പം കാലം മാറി. അങ്ങനെയുള്ളൊരു പരിസ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. എങ്കിലും ബൈബിൾ പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒന്നും ഒരു ചേഞ്ച് വന്നിട്ടില്ല. എന്തെല്ലാം ഈ ലോകം കണ്ടുപിടിച്ചാലും ദൈവം വെച്ചിട്ടുണ്ടൊരു സമയം. നോക്കാം. ഇവിടെ ഈ ഇവിടെ ഒന്ന് നിർത്തിയിട്ട് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് ഇതിനോട് ടച്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന 1 വർഷം കാത്തിരിക്കണമെന്നല്ലേ? 2 പറഞ്ഞ് 24 മണിക്കൂർ. അപ്പോൾ ഇത് രണ്ടിൽ നമ്മൾ ഏതായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയമായിട്ട്. ഇപ്പോൾ ഒരു കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ 1 വർഷം നമ്മൾ ഇരിക്കണം. അതിന് മാറ്റമൊന്നുമില്ല. ഇന്ന് ദൂത് ഏറ്റെടുത്തോ, അടുത്ത ഈ വർഷത്തിനുള്ളിൽ ദൈവം തന്നിരിക്കും. യെസ്, ആ ദൈവം തരും. ദൂത് ഏറ്റെടുത്ത് അടിവരയിട്ട് വിശ്വസിച്ചാൽ അതങ്ങനെ സംഭവിക്കും. ചിലത് ഇപ്പോഴെങ്കിലും സംഭവിക്കത്തില്ല, നമുക്കും ഒരു ഡേറ്റ് പറയാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ കർത്താവ് പറയുന്നത് 24 മണിക്കൂർ എനിക്കിതാ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് കൊടുക്കാമോ? എന്താ വചനം പറഞ്ഞു? നിങ്ങൾക്ക് അധികം പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ, ഞാനത് ചെയ്തു തരാം. ഇത് നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കിടന്നങ്ങ് കരച്ചിലും വിളിയും നിലവിളിയും പ്രാർത്ഥനയും ഒക്കെയാ വേണം, നല്ല. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ? സമാധാന കൂടാരത്തിന് മുമ്പാകെ മോശയുടെ മുമ്പിൽ ഏൽപ്പിക്കാൻ പറ്റുമോ? ദൈവം പറഞ്ഞ പോലെ ചെയ്യാൻ തയ്യാറാണോ? എങ്കിൽ ദൈവം ചില ക്രിയകൾ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ വാക്യത്തോട് ബന്ധപ്പെട്ട് തന്നെ പറയുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇവിടെ മോനെ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ഒരു വാക്യം പറഞ്ഞു. കാനാവിലെ കല്യാണ വീട്ടിലെ പുറത്തുള്ള പാത്രത്തിൻ്റെ കാര്യം. പാത്രം പറഞ്ഞപ്പം
ആ പാത്രത്തിനകത്ത് സാധനം പറയണമെന്ന് ദൈവാത്മാനോട് പറഞ്ഞു. സ്തോത്രം. അത് അകത്ത് വരാനായിട്ട് അല്ലേ? കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു. ഇനിയും അവൻ അതുപോലെ വീഞ്ഞ് കൊടുക്കണമെങ്കിൽ, കടകളിൽ പോയി മേടിക്കണമെങ്കിൽ ഇത്രയും ജനത്തിന് കൊടുക്കാൻ കടകമ്പോളങ്ങൾ അടുത്തില്ല. അത്രയും സാധനം സുലഭമല്ല. ഇനി മുന്തിരി നട്ട് അത് കിളിർത്ത് അത് കായ്ച്ച് ചക്കിലിട്ട് ആട്ടി ഈ വിരുന്നേർ കല്യാണക്കാരവിടെ ഇരിക്കുമോ? 5 മിനിറ്റ് ലേറ്റായി ഷട്ടർ പൊക്കാൻ നമുക്കറിയാം അവിടെ നടക്കുന്ന യുദ്ധം. കേരളത്തിൽ ഇവിടെങ്ങുമില്ല. കേരളത്തിൽ കല്യാണത്തിന് ചെല്ലണം, ഷട്ടർ വെക്കാൻ വേണ്ടി നോക്കിയിരിക്കുക. ഏഷ്യാഡിനില്ല ഇത്ര സ്പീഡ്. PT ഉഷയ്ക്ക് അവിടെ നിന്ന് തോറ്റു. ആ കണ്ടീഷനാണ് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങളിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളിടത്ത് അന്നത്തെ കാലത്ത് അതൊക്കെ കാണുമല്ലോ. ഇവർ വെയിറ്റ് ചെയ്യുമോ? ഇല്ല. യേശുവിനടുത്ത് മെസ്സേജ് വന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ സമയം വന്നിട്ടില്ല, എൻ്റെ നാഴിക വന്നിട്ടില്ല, അല്പം കൂടെ വെയിറ്റ് ചെയ്ത് ദൈവം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ദൈവം അവിടെ ഉണ്ടല്ലോ. സ്തോത്രം. അവിടെ അല്പം കൂടെ ആ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കൊടുത്തിരിക്കുന്നത്, ഈ കൽപ്പാത്രങ്ങളിൽ 6 വെള്ളം കോരി അകത്തുകൊണ്ട് കൊടുക്കുവാനെടുത്ത സമയം നിങ്ങൾ നോക്കണം. 6 കൽപ്പാത്രങ്ങളിൽ 2-3 പറ വീതം കൊള്ളുന്ന പാത്രങ്ങളാണ്. അതിൽ ചിലത് 2 പറ കൊള്ളും, ചിലതിനകത്ത് 3 പറ കൊള്ളും. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ 6 കാൽപാത്രത്തിനകത്ത് ശിഷ്യന്മാർ നിൽക്കുമ്പം അവർ തൊട്ടിയോ പാളയോ ബക്കറ്റോ ഒക്കെ ഇട്ട് കോരിയാലും എൻ്റെ കാൽക്കുലേഷൻ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈ 6 പാത്രം നിറയും. കർത്താവ് അടുത്തേക്ക് അവർ സ്പീഡിൽ പണിയും ഇല്ലേ? ഇവിടെ 5 മിനിറ്റ് കൊണ്ട് ഈ 50 കസേരയിട്ട് ഈ കുഞ്ഞുങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യുമെന്നേ. മനസ്സിലാകുന്നോ? അതെല്ലാം നിങ്ങൾ ഒരു 10 മിനിറ്റ് കൂടെ കൊടുത്തോ. ഒരു വെള്ളം കോരി നിർത്തി കർത്താവ് പറഞ്ഞു കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാനവിടെ കൊടുത്തിരിക്കുന്ന സമയം, ഞാൻ കൊടുത്തത് ബൈബിളിനകത്ത് ടൈം എഴുതിയിട്ടില്ല, ഒരു 30 മിനിറ്റിനുള്ളിൽ ദൈവം ഈ വെള്ളത്തെ ഒറിജിനലിനേക്കാൾ വെല്ലുന്ന വീഞ്ഞാക്കി മാറ്റി. മനസ്സിലാവുന്നോ? ദൈവം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ടൈമിങ്ങോ പരിമിതികളോ ഇല്ല. ദൈവാത്മാവ് പറയുന്നു, വീണ്ടും പറയുന്നു, നിങ്ങളോടുള്ള ദൂത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ഇന്നലകളിൽ നടക്കാതിരുന്നത്, ഇന്നലകളിൽ കാത്തിരുന്നത്, നിങ്ങൾ ചില സമയമൊക്കെ പറഞ്ഞു വെച്ചത് മാറിപ്പോയാലും, ചിലർ പറഞ്ഞത് വാക്കു പാലിക്കാതെ പോയാലും ദൈവം പറയുന്നു, ഞാനത് ചെയ്തു തരും. സ്തോത്രം. ഇവര് പെട്ടെന്ന് ആ വീഞ്ഞ് അകത്ത് കൊടുത്തു, അവരത് ഉപയോഗിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, ഇതുപോലെ രുചിയുള്ളത് ഇതിനു മുമ്പും ഇതുവരെയും അവർ ഉപയോഗിച്ചിട്ടില്ല. ഇതെവിടെ സൂക്ഷിച്ചു വെച്ചു? അപ്പം ദൈവം ഒരുക്കുന്നത് എല്ലാം തീർന്നു കഴിഞ്ഞിട്ടാണേലും ഏറ്റവും നല്ലത്, ഏറ്റവും ബെസ്റ്റ് അല്ലേ? നമുക്ക് കിട്ടിയ ഭാര്യമാർ, ഭർത്താക്കന്മാർ, കുഞ്ഞുങ്ങൾ ഏറ്റവും ബെസ്റ്റാന്ന് പറഞ്ഞോണം. കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലതാണ് കിട്ടിയത്. ഇച്ചിരിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ചിലൊക്കെ പറയും, ഓ നിന്നെക്കാട്ടി എത്രയോ ആലോചനയൊക്കെ വന്ന, ഒത്തിരി മുടിയുണ്ടായിരുന്നു, വെളുത്തായിരുന്നു, സുന്ദരിയായിരുന്നു, പിന്നെന്താ പോഞ്ഞ്. ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വന്നേക്കാം. അതൊക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് നമ്മളെടുക്കേണ്ട ദൈവം പറഞ്ഞ നിനക്ക് തരാവുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് കിട്ടിയേക്കുന്നത്. ഞാൻ കല്യാണ സൂക്ഷിക്കാൻ ഡൽഹിയിലൊക്കെ സൂക്ഷിക്കുമ്പം ഭാര്യ ഭർത്താവിനെ അടുത്തടുത്ത് ഇരുത്തിയിട്ട് സൂക്ഷിക്കാൻ പല സന്ദർഭങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാനത് എഴുന്നേപ്പിക്കും. അന്നേരം എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന ഇരിക്കുന്ന വധൂവരന്മാർക്ക് വേണ്ടി പറയുന്നത് പോലെ ഇവർക്കും അങ്ങനെ പറയാൻ പറ്റുന്ന അവസരമുണ്ട്. കാരണം അടുത്തിരുന്നിട്ട് മുഖത്ത് നോക്കി ഒന്നുകൂടെയൊക്കെ ഒന്ന് കൈയൊക്കെ കൊടുത്തിട്ട് 10, 15, 20 വർഷം മുമ്പൊക്കെ കെട്ടിയതാ. എങ്കിലും ഒന്നുകൂടെ ഒന്ന് മുഖത്തോട് മുഖം നോക്കി ചിരിച്ച് പ്രസാദത്തോടെ ഒന്നൊന്ന് പറയാൻ പറ്റുന്നെങ്കിൽ ഒരു സന്തോഷമാണ്. അല്ല ദൂരെ ഇരിക്കാന്ന് വീട്ടിൽ ചെന്ന് പറയും, നിങ്ങളെ പറ്റിയാ പറഞ്ഞ്. വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, നിങ്ങളെ പറ്റിയാ പാസ്റ്റർ കേട്ടായിരുന്നോ? അടുത്തിരുത്തിയ അന്യോന്യം പറഞ്ഞ് ഒന്ന് ചിരിക്കാനും നമ്മുടെ പഴയ ഓർമ്മയിലേക്ക് പോകാനൊക്കെ പറ്റും. ഞാൻ പറഞ്ഞത് ദൈവം തരാവുന്ന ഏറ്റവും ബെസ്റ്റ് നമുക്ക് തന്നെ വിശ്വസിക്കുന്നു. അത് പെൺകുഞ്ഞാന്നേലും ആൺകുഞ്ഞാന്നേലും താമസിച്ച് കിട്ടിയാലും താമസിച്ച് വിവാഹം നടന്നാലും. ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് 95-ലായിരുന്നു. അപ്പം എനിക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു 26, 27 വയസ്സിലെ കല്യാണം കഴിക്കണമെന്ന്. നടന്നില്ല. 30 വയസ്സിലാണ് കഴിഞ്ഞ്. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ വിവാഹം കഴിച്ചു. ആ കൂട്ടത്തിൽ എൻ്റെ അന്നത്തെ ബാച്ചിൽ കൂടെ ഉണ്ടായിരുന്നവരിൽ ഞാനേ ഉള്ളായിരുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവേ ഇങ്ങനെയാണ്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ ചോദിച്ചു, ബോസ്റ്റാ ഇതുവരെയും കല്യാണം കഴിച്ചില്ലയോ, ഇങ്ങനെ നടന്നാക്ക മതിയോ? അവിടെ ദൈവം ഒരുക്കിയിട്ടുണ്ട്, എൻ്റെ സമയമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാനങ്ങ് പോകാം. എങ്കിലും മാറി നിന്നുണ്ട്. ഇവരൊക്കെ ചോദിക്കുന്നല്ലോ,
അപ്പോൾ അവർക്കൊരു കുഞ്ഞായി. ആ ചോദിച്ച ഒരു മോൻ. പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചെങ്കിലും അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞപ്പം കർത്താവ് അല്പം ലേറ്റായിട്ട കല്യാണം, 30 വയസ്സ് ലേറ്റൊന്നും അല്ല, എൻ്റെ കാൽക്കുലേഷൻ അന്നേരത്തെ ലേറ്റം തോന്നിയാലും മക്കളെ തന്നപ്പം ഇരട്ട കുഞ്ഞുങ്ങളെ കർത്താവ് തന്നെ. അതിന് രണ്ടിനു വേണ്ടി കഴിക്കണം, മെയിൽ ആൻഡ് ഫീമെയിൽ. കർത്താവ് തരുമ്പോൾ അങ്ങനെ തരുന്നേ. കർത്താവ് തരുമ്പോൾ അങ്ങനെ തരത്തുള്ളന്നേ. നമ്മൾ വിശ്വസ്തരാണോ അവിടെ കർത്താവ് ഇറങ്ങി വരും. അവർ ഈ ലാസ്റ്റ് ഡിസംബർ 7 30 വയസ്സ് പൂർത്തിയായി കുഞ്ഞുങ്ങൾക്ക്. മോനൊരു കുഞ്ഞിനെ തന്നു. ഈ നമ്പർ 11 മോക്ക് ജനുവരി ഡേറ്റാ. ഞാൻ പറഞ്ഞത് അന്ന് എന്നോട് പറഞ്ഞവരും ഈ ഇപ്പം അഹ്റോൻ്റെ മുമ്പിൽ പിറുപിറുത്തതുപോലെ പിറുപിറുത്തവരും കളിയാക്കിയവരും എൻ്റെ ദോസ്തുക്കളൊക്കെ ഉണ്ട്. അവരുടെ മക്കളുടെ കല്യാണവും കഴിഞ്ഞില്ല. കുറ്റം പറയുമല്ലേ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളുടെ കല്യാണവും കഴിഞ്ഞില്ല, അവരുടെ മക്കൾക്ക് തലമുറയായില്ല. പക്ഷേ ദൈവം എന്നെ മാനിച്ചു. ചിലത് അല്പം ലേറ്റായി തോന്നിയാലും മനസ്സിനകത്ത് ഹല്ലേലൂയ ഒരു വിശ്വാസം വേണം. ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം തന്നത് ഏറ്റവും ബെസ്റ്റാ. 6 മണിക്കൂർ കൊണ്ട് ഈ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി വിരുന്നുവാഴിക്ക് കൊടുക്കുവാൻ സ്വർഗം അവിടെ പ്രത്യക്ഷപ്പെട്ട് അവിടെ ടൈം സെറ്റ് ചെയ്തെങ്കിൽ, കാരണം അതിന് മുമ്പേ മറിയ ആളിനെ വിട്ട് അവിടെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എന്നെ നാഴിക വന്നിട്ടില്ല, ഞാൻ അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുക, അല്പം കൂടെ വെയിറ്റ് ചെയ്യുക, അടിയിലെ മട്ടും കൂടെ തീരട്ടെ, എല്ലാം കഴിയട്ടെ, ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട്. ഇന്ന് രാത്രി ദൈവവിതലേ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നിനക്ക് വേണ്ടി വഴിയെ തുറക്കും. അത് കാണാൻ ഇന്ന് രാത്രി നാം തയ്യാറാകട്ടെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ 1 വർഷത്തെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത് സംഖ്യാപുസ്തകത്തിൽ 24 മണിക്കൂർ എടുത്തു. ഇവിടെ ടൈം കൊടുത്തിട്ടില്ലെങ്കിലും ഞാൻ കൊടുത്തു, നിങ്ങൾക്ക് നിങ്ങളുടെ സമയം കൊടുക്കാം. ഒരു അരമണിക്കൂർ കൊണ്ട് ഈ പച്ചവെള്ളത്തെ എന്ത് ചെയ്തു? വീഞ്ഞാക്കി വിരുന്നുവാഴിക്ക് കൊടുക്കുവാനിടയായി. ഇനി യോന പ്രവചനത്തിലേക്ക് വരാം. ചെറിയൊരു അധ്യായമാണ് പഴയ നിയമത്തിലെ. യോന ഒരു വെയിലത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ യോനയ്ക്ക് ഒരു തണൽ കൊടുക്കണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചു. ഒരു കൊച്ചൊരു വൃക്ഷം, ആവണക്ക്, ഒറ്റ രാത്രിയുണ്ട്. യോനയ്ക്ക് തണലേകുവാൻ, ഒരാവണക്കിനെ സൃഷ്ടിക്കുവാൻ തമ്പുരാൻ പദ്ധതിയിട്ടെങ്കിൽ നിങ്ങൾക്ക് പാർക്കാൻ ഈ പട്ടണത്തിൽ തമ്പുരാൻ വീട് തരും. അത് വീടില്ലാത്തൊരു ദൂത. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചെടുപ്പോൾ ദൈവാത്മാവിനോട് ഓർപ്പിച്ച ഒരു ഭാഗമാണ്. ഇതൊരു തണൽ വൃക്ഷമാണെങ്കിലും ദൈവാത്മ പറയുന്നത് ചിലർക്ക് തണലേകുവാൻ ഒറ്റ രാത്രി കൊണ്ട് യോനയ്ക്ക് ഒരു ആവണക്കിനെ ദൈവം കൽപ്പിച്ചാക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം കൽപ്പിച്ചാക്കിയെങ്കിൽ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, ദൈവം നിനക്ക് വേണ്ടി ഈ പട്ടണത്തിൽ വാടകയ്ക്കല്ല, സ്വന്തമായി വീട് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പം ചിലർ പറയും ഇതൊക്കെ പ്രസംഗിക്കണം, കർത്താവിൻ്റെ വരവിനെ പറ്റി മറ്റു ഇതൊക്കെ എന്നോട് ചേർന്ന് വരേണ്ടതല്ലേ? നമ്മൾ പാടുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, അല്ലേ? അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണ്. അപ്പം ദൈവം വചനത്തിൽ കൂടെ വരുമ്പം അതിന് മറുപടി ഉണ്ടെന്ന് തെളിയിക്കേണ്ടത് നമുക്ക്. അപ്പം അത് വിശ്വസിക്കുവാൻ, ജനത്തോട് പറയുവാൻ ദൈവാത്മാവ് പറയുന്ന വാക്യങ്ങളാണ് ഈ അനുഭവങ്ങളൊക്കെ. എടുത്തു പറയുന്നു, യോനയ്ക്ക് തണലേകുവാനായി ദൈവം ഒരു ആവണക്കിനെ അവിടെ സൃഷ്ടിച്ചാക്കി. ദൈവം ഒരു ആവണക്കിനെ സൃഷ്ടിച്ചാക്കി അവൻ ആ തണലിൽ ഇരുന്നു എന്നാണ് വായിക്കുന്നത്. പിന്നീട് അതിൻ്റെ സ്ഥിതി വേറൊന്നായിരുന്നു. അത് മറ്റൊന്ന് പഠിപ്പിക്കാൻ അതിലേക്ക് വരുന്നില്ല. ഒള്ളി ഫോർ ദൈവത്തിൻ്റെ ആലോചനയും പ്ലാനും സൃഷ്ടിയും മാത്രം ഓർപ്പിക്കാനാണ് ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് ടച്ച് ചെയ്യുവാൻ ഇടയായിത്തീർന്നത്. യെശയ്യാപ്രവചനത്തിൽ വരുമ്പോൾ 38-ാം അധ്യായത്തിലൊരു കാര്യം നമുക്ക് ബൈഹാർട്ട് അറിയാം. ഒരു ഹിസ്കിയാ രാജാവ് മരിക്കത്തക്ക രോഗം പിടിപെട്ടു. താന് മരിക്കാറായി. യെശയ്യാപ്രവാചകനെ ദൈവം ഇങ്ങോട്ട് വിളിച്ചു, പറഞ്ഞു, നീ അവിടെ വരെ പോകണം, പോയി ഒരു ദൂത് പറയണം. എന്താ ദൂത്? നീ മരിക്കാറായി, നിന്റെ കാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കാൻ പറഞ്ഞു. അപ്പം എവിടേക്കോ ക്രമം കെട്ടുപോയൊരു മണ്ഡലമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ചിലയിടത്തൊക്കെ ക്രമം വിട്ടും ക്രമം പെട്ടുവരാനും ഒക്കെ പദ്ധതി ഒരുക്കുമ്പം അത് ഓർമ്മപ്പെടുത്തും. അതിന് 2 അർത്ഥങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ദൂത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഈ പുള്ളി നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ദൂതാ നമ്മൾ കേൾക്കുന്നെങ്കിൽ നമ്മൾ ഈ വാക്യത്തൊക്കെ കേട്ടുള്ള ഞാൻ ഇതിനോട് ഒന്നിച്ച് യോജിപ്പി ഒരു ചങ്ങല പോലെ ബന്ധിപ്പിക്കുക. സ്തോത്രം.
യെശയ്യാപ്രവാചകനോട് ദൈവം പറഞ്ഞല്ലേ, നീ എടപ്പോ അവനോട് പറയണം നിന്റെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താൻ, നീ രോഗം വന്ന് മരിക്കാൻ പോകുക. പുള്ളി വിട്ടുകൊടുത്തില്ല. അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ തയ്യാറായില്ല. താൻ നിന്ന നിപ്പിൽ നേരെ ചുവറിൻ്റെ നേരെ താൻ ഫേസ് ചെയ്തു, മുട്ടുമടക്കി താൻ അവിടെ ഇരുന്നു. അവൻ ഈ തിവാറിൽ ഭിത്തിയിൽ അവൻ നോക്കുമ്പോൾ എൻ്റെ ഇമാജിൻ, എൻ്റെ ഭാവനയിൽ അവൻ യേശു കർത്താവിനെ അവൻ മുമ്പിൽ കാണും. അവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞാണ്, കർത്താവേ ഞാനിപ്പോൾ ക്രമപ്പെടുന്നു, ഞാൻ തെറ്റുകൾ ഏറ്റുപറയുന്നു. അവൻ എന്ത് പറഞ്ഞോ എന്ത് ചിന്തിച്ചോ ഇതൊന്നും യെശയ്യാപ്രവാചകൻ കേട്ടുമില്ല, യെശയ്യാവിനോട്ട് അറിയത്തുമില്ല. പക്ഷേ അവനും ദൈവമായിട്ടൊരു ബന്ധം. 38 5 വാക്യത്തിൽ അവൻ കണ്ണീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. വിത്തിൻ മിനിറ്റ്, മാക്സിമം 1 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥന ആര് പ്രാർത്ഥിച്ചു? യെശയ്യാവ് പ്രാർത്ഥിച്ചു. പ്രവാചകൻ വന്ന് ദൂതും പറഞ്ഞിട്ട് അദ്ദേഹം നടുമുറ്റത്തേക്ക് ഇറങ്ങി. നടുമുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതേ നേരത്തെ സംസാരിച്ച അതേ ദൈവം, അതേ പരിശുദ്ധാത്മാവിൽ ദൂത് പറയുകയാണ്, നീ പെട്ടെന്ന് തിരിച്ച് വീണ്ടും റൂമിലേക്ക് കയറി ചെല്ലണം. ആ മനുഷ്യനോട് മറ്റൊരു ദൂത് കൊടുക്കണം. എന്താ ദൂത്? ഞാൻ നിന്റെ ആയുസ്സിനോട്, അതിന് കാരണമുണ്ട്, നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും എവിടെ എത്തി? അപ്പം ഒന്ന് മുട്ടുമടക്കി 1 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ആ കണ്ണുനീരും പ്രാർത്ഥനയും സ്വർഗത്തിലെത്തിയെങ്കിൽ ഈ രാത്രി ഈ ഹോളിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമിതലെ, കണ്ണീരൊഴുക്കുന്ന ദൈവമിതലെ, നിന്നോട് ദൈവം പറയുന്നത്, ദൂത് വിളിച്ചു പറയുന്നത് 1 മിനിറ്റിനുള്ളിലല്ല. ഹല്ലേലൂയ. അതിലും അപ്പുറമായി ദൈവത്തിന് വലിയവ ചെയ്യുവാൻ കഴിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ശക്തമായി പരിശുദ്ധാത്മാവ് നമ്മെ തട്ടിയുണർത്തി ഓർപ്പിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. അവന് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചതെന്നൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പ്രാർത്ഥന ആര് കേട്ടു? ദൈവം കേട്ടു. അപ്പോൾ സാഹചര്യം അനുസരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ. ഇനി ഇടയ്ക്ക് കർത്താദാസൻ പറഞ്ഞല്ലോ സണ്ണിച്ചാനെ പറ്റി, വലിയൊരു സാക്ഷ്യമാണ്, മരിച്ചിട്ട് എഴുന്നേൽക്കുന്ന ഒരു സാക്ഷ്യമാണ്. കഴിഞ്ഞ വർഷം 2024 നവംബർ മാസം 6-ാം തീയതി, അല്ലേ വെച്ചാൽ നവംബർ മാസം 6-ാം തീയതി സെൻട്രലിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. മരണത്തെ മുഖാമുഖമായി കണ്ടു. ഡോക്ടർ കൈയൊഴിഞ്ഞു. 4th സ്റ്റേജ് ക്യാൻസർ. ദൈവം ഒരു വാക്യം കൊടുത്തു റോമാലേഖനത്തിൽ. ഞങ്ങൾ കൂടെ വിളിക്കുമായിരുന്നു ഫോണിൽ കൂടെ ഒക്കെ. എന്നോട് പറഞ്ഞു ഇന്ന പോലെയൊക്കെയാണ്. ഞാനും പ്രാർത്ഥിച്ചു, ഇവിടെയുള്ളവർ പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവസന്നിധിയിലെടുത്ത തീരുമാനത്തിന് നടുവിൽ ദൈവത്തോട് മല്ലടിച്ച് ചോദിച്ചു വാങ്ങി 100% പെർഫെക്റ്റായി ആ രോഗത്തിൽ ദൈവം വിടുതൽ കൊടുത്തു. സകല തെളിവും അച്ഛൻ്റെ കയ്യിലിരിക്കുക. ദൈവം ഇന്ന് ഇറങ്ങി വരുമെന്നേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ കഴിയും. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ മക്കൾക്ക് ഇറങ്ങി വരുവാൻ, പ്രവർത്തിക്കുവാൻ, വിടുവിപ്പാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. രോഗക്കിടക്കവൻ മാറ്റിവിരിക്കും. ഹിസ്കിയാ രാജാവിനോട് പറഞ്ഞു, നിന്റെ കിടക്കയ്ക്ക് മാറ്റിവിരിക്ക്, നീ മരിക്കും നിശ്ചയം. പക്ഷേ അവൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ സമ്മതിച്ചില്ല. പിടിച്ചു വാങ്ങണം ചിലത്. ദൈവത്തോട് പിടിച്ചു വാങ്ങി. ഹല്ലേലൂയ. യോഹന്നാനുസരണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ ദീനം മരണത്തിനായിട്ടല്ല. എല്ലാ ദീനവും മരണത്തിനല്ല. ചിലതിനെ വിടുവിച്ചെടുക്കുവാൻ ദൈവം പദ്ധതിയിടുന്നു. ദൈവം പദ്ധതിയിടുന്നു. നിന്റെ രോഗത്തെ മാറ്റാൻ ദൈവം പദ്ധതിയിടുന്നു. വിടുതലയ്ക്കുവാൻ ദൈവം പദ്ധതിയിടുന്നു. അത്ഭുതങ്ങളെ ചെയ്യുവാൻ ദൈവം പദ്ധതിയിടുന്നു. यीशु के नाम हालेलुया। धन्यवाद करते प्रभु जी, हम स्तुति करते हैं प्रभु जी, आराधना करते प्रभु जी। आपकी चरणों में आ रहे प्रभु, आप जिंदा खुदा है, वो जीवन देने वाला प्रभु है। सचमुच आज के दिन प्रभु ने हमारा बीच में हमारे दिल को देखते उत्तर देने वाला प्रभु है. നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലിറങ്ങി വിധി എഴുതുവാൻ കഴിവുള്ള ദൈവം മാത്രമേ ഉള്ളൂ. യെശയ്യാപ്രവാചകൻ ഭയപ്പെട്ടൊന്നുമില്ല, ഇനി ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞൊന്നുമില്ല. ദൈവം പറഞ്ഞത് അതുപോലെ തിരിച്ചു വന്ന് ദൂത് കൊടുത്തു. നിന്റെ ആയുസ്സിനോട് ഞാൻ 15 സംവത്സരം കൂട്ടാൻ പോകുന്നു. ആയുസ് വേണ്ടിയവരൊക്കെ ഹല്ലേലൂയ. ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ, നിങ്ങളുടെ പേരൻസ് ആണെങ്കിൽ, കൂട്ടുപ്രിയപ്പെട്ടവരാണെങ്കിൽ, രോഗത്തിനോ മറ്റു വിഷയങ്ങൾക്കോ അടിമയാണെങ്കിൽ, അറിയാത്ത വിഷയമാണെങ്കിൽ, കർത്താവേ ഇത് നിന്റെ ആലയമായി ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്.
ഈ ശരീരം ദൈവമേ അങ്ങയുടെ മന്ദിരമാ, ആരോഗ്യം തരണം, ബലം തരണം. ആമേൻ ആമേൻ. മക്കൾക്ക് കാണണം, വായ്ത്തത്തങ്ങൾ കാണണം, പിടിച്ചു വാങ്ങിക്കോണം, ചോദിച്ചു വാങ്ങിക്കോണം. എൻ്റെ പിതാവ് മരിക്കുന്ന 90-ാമത്തെ വയസ്സിലാണ്. ഞങ്ങൾ 10 മക്കളാണ്. കേട്ടിട്ട് ഞെട്ടരുത്. 8 സഹോദരിമാരും ഒരനിയനും ഞാനും. 10 മക്കളടങ്ങുന്ന ഒരു കുടുംബം, ഇയ്യോബിനെ പോലെ. എൻ്റെ നമ്പർ 3-ാമത്തെയാണ്. ഞാൻ നല്ലൊരു ജോലിയായിരുന്നു. ജോലി കഴിഞ്ഞിട്ടാണ്, ജോലി വിട്ടിട്ടാണ് മാരുതി, ഡൽഹിയിലെ മാരുതി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താൻ്റെ വേലയ്ക്കൊണ്ട് വിളിക്കുന്നത്. അതിനുശേഷം ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്നതും കർത്താൻ്റെ പൂർണ്ണസമയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതും. ഞാൻ ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു, വീട്ടുകാർ ചോദിച്ചു, മാവിമാർ ചോദിച്ചു, ഉപ്പാപ്പന്മാർ ചോദിച്ചു, സഭക്കാർ ചോദിച്ചു, ഈ 8 പെങ്ങന്മാരൊക്കെ ഉള്ള നിനക്ക് നല്ലൊരു ജോലി കിട്ടിയപ്പം നീ ഇതും കളഞ്ഞിട്ട് വാ, നിനക്ക് വേറെ വല്ലാന്നൊന്ന് ചോദിച്ചവരുണ്ട്, വട്ടാണെന്ന് വരെ ചോദിച്ചവരുണ്ട്. മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു വിട്ടിറങ്ങാൻ പറഞ്ഞു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊന്ന് ദൈവം സംസാരിച്ചതിൻ്റെ, ഞാൻ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് വിവാഹം ചെയ്യുന്ന സമയത്ത് സ്ത്രീധനം തന്നും അമേരിക്കയിൽ നിന്ന് ആലോചന വന്നും ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞവരെ ഓക്ലഹോമയിലുള്ള ഒരു ഫാമിലി, ചങ്ങനാശ്ശേരിക്കാരാ, ഡൽഹി ബേസ് ചെയ്താ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞങ്ങളുടെ മോക്കിൻ്റെ ആലോചിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെടണ്ടേ. അവർ ഞങ്ങൾ അമേരിക്ക കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അറിഞ്ഞവരൊക്കെ പറഞ്ഞു ഇതുപോലൊരു നല്ലൊരു അവസരം കിട്ടിയ പാസ്റ്ററിൽ ആരെങ്കിലും കളയുമെന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പെങ്ങന്മാർ പറഞ്ഞത്, ഇത്രയും പെങ്ങന്മാർ വീട്ടിൽ പെരനിറഞ്ഞ് നിൽക്കുന്നു, നീ ഒരു മണ്ടനാ. ഞാൻ ചോദിച്ചു, ഞാൻ ഒരാളെ വിവാഹം കഴിച്ചാൽ ഈ 8 പെങ്ങന്മാരോടെ കെട്ടിക്കാനുള്ള പൈസ ആരെങ്കിലും തരുമോ? 10 സെൻറ്റ് സ്ഥലവും 10 മക്കളടങ്ങുന്ന കുടുംബം, ഏക്കർ കണക്കിന് വസ്തുവൊന്നുമില്ല. 10 സെൻറ്റ് ഇപ്പം അളന്നപ്പോൾ 9 സെൻറ്റേ ഉള്ളൂ. വഴിയൊക്കെ പോയി റോഡിന് വീതിയും കൂട്ടി അയലൊക്കെക്കാരും എടുത്ത്, വീട്ടിൽ ആളില്ലാഞ്ഞുകൊണ്ട് 1 സെൻറ്റ് അടുത്തുള്ളവരൊക്കെ അരിഞ്ഞെടുത്തു. പോട്ടെ, സാരമില്ല. പ്രമാണത്തിൽ 10 ഉണ്ട്, ഇപ്പം അളന്നപ്പോൾ 9 ഉണ്ട്. 10 മക്കൾ കൂടെ അപ്പൻ സമ്പാദിച്ച് അത്രേ ഉള്ളായിരുന്നു. പക്ഷെ സ്വർഗത്തിൽ അപ്പൻ കരുതി ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും, മനസ്സിലാകുന്നോ, ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് ഈ എടുത്തു പറയുന്നത്, നിങ്ങൾ കടന്നു വന്ന പാതയായിരിക്കാം, ചിലത് സഫർ ചെയ്യുന്ന മണ്ഡലമുണ്ടായിരിക്കാം, ചോദ്യത്തിനുമുണ്ടായിരിക്കാം, എന്നോട് ചേർത്ത് അതിനെ ഓർപ്പിക്കുന്നത്. അപ്പം അന്നേരം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ 8 പെങ്ങന്മാരോട് കിട്ടിയ ആരും ഏതായാലും സ്ത്രീനൊന്നും തരത്തില്ല, ചോദിക്കാനും പറ്റത്തില്ല. അപ്പം ഞാനെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു, സ്ത്രീനെ മേടിക്കാൻ കിട്ടും, സ്ത്രീയാണ് ധനം. ഞാൻ മേടിച്ചില്ല. എൻ്റെ ഭാര്യ ഇവിടെ ലെസ്റ്ററിലുണ്ട്, നമ്പർ തരാൻ വിളിച്ചു ചോദിച്ചാൽ മതി. സ്തോത്രം. ഞാൻ മേടിച്ചില്ല. പക്ഷെ അവർ പറഞ്ഞു കല്യാണ ചെലവിന് ഞങ്ങളൊരു 30,000 രൂപ തരാമെന്ന്. പാസ്റ്റർ കെ ജോയി, ഡൽഹിയിൽ IPCയുടെ പാസ്റ്റർ, അദ്ദേഹം കല്യാണം നടത്തിയത്. ഇപ്പം കാണുമ്പോൾ ചോദിക്കും, അന്ന് എൽസിയുടെ വീട്ടുകാർ പറഞ്ഞ 30,000 രൂപ തന്നോ? പാസ്റ്റർ അറിയാൻ തന്നില്ലെന്ന്. പാസ്റ്റർ ചർച്ചിലായിരുന്നു എൻ്റെ വൈഫ്, IPCക്കാരിയായിരുന്നു. അന്നാ പറഞ്ഞല്ലാതെ, പണ്ടില്ല കല്യാണം ആലോചിക്കാൻ പറഞ്ഞ് പെണ്ണ് ഷോർട്ട് ആൻഡ് ടൈപ്പാന്ന് പറഞ്ഞില്ലേ, അറിയത്തില്ലേ അത്? പണ്ട് ഷോർട്ട് ആൻഡ് ടൈപ്പൊക്കെ ആയിരുന്നല്ലേ. അതുകൊണ്ട് പെണ്ണ് ഷോർട്ട് ആൻഡ് ടൈപ്പാണ്. ബ്രോക്കർ കൊണ്ടുപോയി പണി പറ്റിച്ച പെണ്ണ് കാണാൻ വന്നപ്പം ഷോർട്ട് ഹാൻഡാ, ഷോർട്ട് ഹാൻഡ് അല്ല, മനസ്സിലായോ? കൈ പകുതിയേ ഉള്ളന്നേ. ഇപ്പം എന്ന് പറഞ്ഞതുപോലെയൊക്കെ പറ്റിച്ചൊരൊക്കെ കണ്ടേക്കാം, സാരമില്ലെന്നേ. കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, അപ്പം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നന്മ ഒരു വ്യത്യസ്ത മണ്ഡലങ്ങളിലേക്കാണ്. അപ്പം വിത്തിൻ ടൈമിങ്ങിനുള്ളിൽ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഒരു കാര്യം കൂടെ പറഞ്ഞ് അതിനകത്ത് ടച്ച് ചെയ്തുണ്ടെങ്കിൽ നിർത്തിയേക്കാം. ഈ 8 പെങ്ങന്മാരെയും അനിയനെയും 9 പേരെയും ഞാൻ ഡൽഹി കൊണ്ടുവന്നു. ഞങ്ങൾ 10 മക്കളിൽ 8 പേരുടെ വിവാഹം ഡൽഹി വെച്ച് നടത്തി. അപ്പനത് കണ്ടില്ല. അപ്പൻ 90 വയസ്സിൻ്റെ സമയത്ത് അപ്പൻ പറഞ്ഞ പക്ക വിശ്വാസിയായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു, 3 പേരുടെ നടന്നില്ല, 7 പേരുടെ കഴിഞ്ഞു. ലാസ്റ്റ് അവസാനത്തെ 3 പെൺകുഞ്ഞുങ്ങളെ സഹോദരിമാരുടെ കഴിഞ്ഞില്ല. അപ്പം മരണത്തോടെ ബന്ധപ്പെട്ട് ചില രോഗങ്ങളൊക്കെ വന്ന് ഇങ്ങനെ കിടപ്പാ. അപ്പോൾ ചോദിച്ചു, മോനെ നീ കർത്താൻ്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ പോയി, ബാക്കിയെല്ലാം നീ അങ്ങനെ ചെയ്തു, എനിക്ക് നിന്നെയുള്ളൂ പ്രതീക്ഷ, അതുകൊണ്ട് ഞാൻ ഈ 10 സെൻറ്റ് സ്ഥലം നിൻ്റെ പേരിലും എഴുതി തരിക, ഇനി 3 പേരെ കൂടെ മോനെ എന്തെങ്കിലും അവരെയും കൂടെ കല്യാണം കഴിപ്പിച്ച് വിടണേന്ന്. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പുള്ളി അത് ആ 10 സെൻറ്റ് എൻ്റെ പേരിൽ എഴുതി. അനിയനൊന്നും മിണ്ടിയില്ല. അപ്പോൾ അനിയനോട് ഞാൻ പറയണ്ട, അപ്പൻ എന്തെഴുതുന്നു അതുപോലായിട്ട് ഞാൻ പിന്നീട് നിനക്കും കൂടെ അങ്ങ് തന്നേക്കാമെന്ന്. എനിവേ ഞങ്ങൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു.
ഞാനും അനിയനും അതിനകത്ത് വീട് വെച്ചു. അപ്പം നിങ്ങൾ ചിന്തിക്കണം 10 സെൻറ്റ് 2 വീടോ? ദൈവം വലിയവനാണ്. ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നുണ്ട്, സന്തോഷമായി പാർക്കുന്നു. എനിവേ, അപ്പച്ചനോട് ഞാനൊരു വാക്ക് പറഞ്ഞെന്ന്. അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ്, അപ്പം ഡോക്ടറും തള്ളി, അവസാനത്തെ ഘട്ടത്തിലാണ്, ആഹാരമൊന്നും കഴിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് ആയുസ്സിനെ കൂട്ടാൻ പോകുക, ഈ അപ്പച്ചൻ്റെ 3 പെൺമക്കളെയും കൂടെ കല്യാണം കഴിക്കുന്ന കേട്ടിട്ടേ അപ്പച്ചൻ മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. 2005 ഡിസംബർ മാസം 26-ാം തീയതി സുനാമി കേരളത്തിലുണ്ടായി. ഓർമ്മയുള്ളവർക്കറിയാം, കൊല്ലത്തൊക്കെ സുനാമി ഉണ്ടായി. അന്ന് ഡിസംബർ അന്ന് നാട്ടിലുണ്ട്. ആ സമയത്ത് 27-ാം തീയതി ടിക്കറ്റ് തിരിച്ച് ഡൽഹിക്ക് പോകാനായിട്ട്. അന്ന് രാത്രി പ്രാർത്ഥന ചെയ്യുമ്പോൾ ദൈവനോട് പറഞ്ഞു, അപ്പച്ചനോട് ഒന്നുകൂടെ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടുത്ത വിത്തിൻ ടൈമിങ്ങിനുള്ളിൽ ഈ 3 പേരുടെയും വിവാഹം നടത്താൻ ദൈവം വിശ്വസ്തനാന്ന് പറഞ്ഞു. അപ്പച്ചൻ ചോദിച്ചു, ഈ 7 പേരുടെ നടത്താൻ നീണ്ട 10-15 വർഷങ്ങളെടുത്തു, അപ്പം ഇവരുടേത് ഈ 6 മാസം കൊണ്ട് നടക്കും, അപ്പം ഞാൻ അതുവരെ ജീവിച്ചിരിക്കുമോ? ഞാൻ പറഞ്ഞു, വിശ്വസിക്കാൻ പറഞ്ഞു. അപ്പച്ചൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഞാൻ കയ്യെ പിടിച്ച് ബലപ്പെടുത്തി. ഡിസംബർ മാസം ആ നിൽക്കുന്ന 3 പേരിൽ മൂത്താക്ക് ഒരു ആലോചന വന്നു, പല്ലൂർ ഏറിയെന്ന്. പെട്ടെന്ന് കല്യാണം നടത്തി. ജനുവരി മാസം 16-ാം തീയതി ഞാനങ്ങ് ഡൽഹി ചെന്നിട്ട് തിരിച്ചു വന്നു. ജനുവരിയിൽ, ഫെബ്രുവരിയിൽ 2ാമത്തെ പെങ്ങളുടെ കല്യാണം നടന്നു ആ 3 പേരിൽ. നവംബർ 7-ാം തീയതി 3ാമത്തെ പെങ്ങളുടെയും കഴിഞ്ഞു. 3 പേരും കല്യാണം കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന്, എല്ലാവരും ഡൽഹിയിലായിരുന്നു, വന്നിട്ട് അപ്പച്ചനെ കണ്ടു, അനുഗ്രഹം വാങ്ങിച്ച് തിരിച്ച് ഡൽഹി വന്നു. അപ്പച്ചൻ മരിച്ചു. ദൈവം ഒരു വാഗ്ദത്തം ചെയ്താലേ വിശ്വസിക്കാൻ തയ്യാറാകണം. ചില കാര്യങ്ങൾ എന്തിനാണ് ഞാൻ ഓർപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ആർക്കും കടക്കാരനല്ല. ചിലത് ഒത്തിരി നീണ്ടുപോയെങ്കിലും പെട്ടെന്ന് കർത്താവ് ചില ചെയ്യും. ദൈവം പറയുകയാണ്, നിങ്ങളോട് പറയുകയാണ്, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന, നിങ്ങൾ പോകുമ്പോൾ കാണുമ്പം ചിരിച്ച് നല്ല വേഷവിധാനത്തിലും നല്ല ജോലിയൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇവിടുന്ന് നാട്ടിലൂടെയൊക്കെ ചെന്നാലും ഉള്ളു നീറുന്നവരില്ലേ? ഇതിനകത്ത് വേദനപ്പെടുന്നവരില്ലേ? ഭാരപ്പെടുന്നവരില്ലേ? പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നവരില്ലേ? ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വിടുവിച്ചെടുക്കുന്നതിനപ്പുറത്ത് വഴികളെ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലതിന് 1 വർഷം, ചിലതിന് 24 മണിക്കൂർ, ചിലതിന് ഹല്ലേലൂയ അരമണിക്കൂർ ഒരു വൈനുണ്ടാക്കുവാൻ. അങ്ങനെയെങ്കിൽ അത് ഇവിടെ ഇതാ ഹിസ്കിയാ രാജാവിന് ദീനം മാറ്റുവാൻ 1-2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകനെ മടക്കിവിട്ട് അവൻ്റെ ജീവിതത്തിലൊരു പുതുവഴിയിലേക്ക് എത്തുവാൻ 15 വർഷത്തേക്ക് ആയുസ്സിനെ നീട്ടിക്കൊടുക്കുവാൻ ദൈവം പദ്ധതിയിട്ടെങ്കിൽ ഈ രാത്രി ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങൾക്ക് ദൈവം പെട്ടെന്ന് മറുപടി തരുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 14-7 വാക്യം ഒന്ന് വായിച്ച് ഞാൻ കൺക്ലൂഡിലേക്ക് വരിക, നിർത്താൻ പോകുക. സങ്കീർത്തനത്തിൻ്റെ 7 വാക്യം. മറ്റാൾ ഓശയ 6:11 മറ്റൊരാൾ എടുത്തൊന്ന് വായിച്ച്. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും. ഇന്ന് രാത്രി ആത്മാവ് വീണ്ടും വിളിച്ചു പറയുന്നു, ചിലരുടെ ഇപ്പോഴത്തെ സ്ഥിതി ദൈവം മാറ്റാൻ പോകുന്നു. സ്പിരിച്വലി നിങ്ങളുടെ സ്ഥിതി അവൻ മാറ്റാൻ പോകുന്നു. അന്ത്യഭാഷ അടയാളത്തോടെ ദൈവം അത് മാറ്റിമറിക്കാൻ പോകുന്നു. പ്രവചനാത്മാവിൽ ദൈവം അത് മാറ്റാൻ പോകുന്നു. ശുശ്രൂഷയിൽ ദൈവം അത് മാറ്റാൻ പോകുന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്നത് വിശ്വസിക്കുവാൻ നാം തയ്യാറാകണം. ഹോശേയ 6:11. യഹൂദയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. 2025 കഥമോണ സെപ്പകലെ 2025 അവസാനിക്കുന്ന മുമ്പേ ദൈവാത്മാവ് ജനത്തോട് ഓർപ്പിച്ചുണർത്തുന്നത്, ഞാൻ നിന്റെ സ്ഥിതി മാറ്റി നിനക്കൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. നീ കണ്ണീരിൽ വിതച്ചില്ലേ? കണ്ണീരിൽ വിതച്ചത് ആർപ്പോടെ കൊയ്യാൻ പോകുന്നു. എല്ലാവരും പുസ്തകം അടക്കി വെക്കാം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്ലീസ് സ്റ്റാൻഡ് വിത്ത് മീ. ഹല്ലേലൂയ. കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം. ഞാനിവിടെ നിർത്താൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറിയിട്ട് ചിലതിന് 1 വർഷം അഹരോന്റെ പേരെഴുതി കായ്ക്കാതിരുന്ന ഉണങ്ങിയ ആ കമ്പിനെ അവനത് ഫലപുഷ്ടമാക്കി മാറ്റിയതുപോലെ ഞാൻ തിരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും. ഇന്ന് പകൽക്കാലം ദൈവം തന്നെ തിരഞ്ഞെടുത്തതാ. ഒരിക്കൽ കൂടി ഉറപ്പിന് പറയാം, അടുത്തു നിൽക്കുന്നവർ, തൊട്ടടുത്ത് നിൽക്കുന്നവർ കരങ്ങളെ അടുത്ത് കൊടുത്തിട്ട് പറയാം, ദൈവം തന്നെ തിരഞ്ഞെടുത്ത സഹോദര സഹോദരി, ഉറപ്പോടെ പറയാം, കരം കൊടുത്തിട്ട് പറയാം, വിശ്വാസത്തോടെ പറയാം,
ചില തളിർക്കുമ്പോൾ കൈവിടല്ലേ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ഇന്നലെ വരെ ഉണങ്ങിയെന്ന് പറഞ്ഞെടുത്ത് ആമേൻ ചിലതിനെ ദൈവം തളിർപ്പിക്കാൻ പോകുക, ചിലത് ഫലം പുറപ്പെടുവിക്കാൻ പോകുക, ബദാം കായ്ക്കാൻ പോകുക. ഇതുവരെ ഫലം കായ്ക്കത്തില്ല എന്ന് വിധി പറഞ്ഞോട് നടുവിൽ ദൈവം പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ്. ആമേൻ. ഇസ്രായേൽ, ആമേനെ, ആമേൻ, നിന്റെ സ്ഥിതി ഞാൻ മാറ്റും. യഹൂദേ, നിന്റെ സ്ഥിതി ഞാൻ മാറ്റും. നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആത്മാവ് സഭയോട് ഓർപ്പിച്ചുണർത്തുന്ന ആമേൻ ആ ദൂതിന്റെ ആഴമതാണ്. നമ്മുടെ സ്ഥിതിയെ മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതിയെ ദൈവം മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ആ സ്ഥിതി മാറുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങളെ വിട്ട്, കരങ്ങളെ തട്ടി ഒരു നിമിഷം ആമേൻ ആത്മാവിൽ ഒന്ന് ആരാധിപ്പാനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, ഞാൻ ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ, ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ, അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ കണ്ണുകൾ നിറയുമ്പോൾ, എന്നുള്ളം നീറുമ്പോൾ, ഭയപ്പെടേണ്ടെന്നരുളി ചെയ്തോ കൂടെയുണ്ടല്ലോ. നിന്ദകളേറ്റു സ്വന്ത ബന്ധങ്ങൾ വിട്ടു എന്നെ മാനിപ്പാനേറ്റ പാടുകളോർത്താ. എൻ കണ്ണുകൾ നിറയുമ്പോൾ, എന്നുള്ളം നീറുമ്പോൾ, ഭയപ്പെടേണ്ടെന്നരുളി ചെയ്തോ കൂടെയുണ്ടല്ലോ. നിന്ദകളേറ്റു സ്വന്ത ബന്ധങ്ങൾ വിട്ടു എന്നെ മാനിപ്പാനേറ്റ പാടുകളോർത്താ. അപ്പാ എൻ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എൻ കണ്ണുകൾ നിറഞ്ഞു തൂവുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, നാം ജീവിക്കുന്നതോ ദൈവ കൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ മായി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ, അത്ഭുതമല്ല, ഇതത്ഭുതമല്ല, ഞാൻ ജീവിക്കുന്നതോ ദൈവകൃപയാലത്രേ. ഞാൻ പാപിയായിട്ടും ഞാൻ രോഗിയായിട്ടും എന്നെ തേടി വന്ന നിന്റെ സ്നേഹമോർക്കുമ്പോൾ, അപ്പാ എൻ കണ്ണുകൾ നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ എന്നുള്ളം നിറഞ്ഞു പാടുന്നേ ഹല്ലേലൂയ, ഹല്ലേലൂയ.